ഇന്ന് റോമാലേഖനം 13-ാം അധ്യായം മുതലുള്ളതാണ് ഇന്ന് ആരംഭിക്കുന്നത്. റോമർ 13-ാം അധ്യായം. കഴിഞ്ഞ പ്രാവശ്യത്തെ നോട്ട്സിൽ ഈ 9 മുതൽ 16 വരെയുള്ള അധ്യായങ്ങളുടെ ഒരു മുഖവുര ഞാൻ തന്നായിരുന്നു. അതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ, 12-ാം അധ്യായം മുതൽ പ്രായോഗിക ക്രിസ്തീയ ജീവിതവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് പൗലോസ് കൈകാര്യം ചെയ്യുന്നത്. പൗലോസിൻ്റെ എല്ലാ ലേഖനങ്ങളിലും ആദ്യത്തെ അധ്യായങ്ങൾ, ഏറെക്കുറെ പകുതി അധ്യായങ്ങൾ, അത് ഉപദേശപരമാണ്, വേദശാസ്ത്രപരമാണ്. എന്നാൽ അത് കഴിഞ്ഞാൽ ഉടനെ പ്രായോഗിക ക്രിസ്തീയ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളിലേക്ക് താൻ പ്രവേശിക്കും. എന്നാൽ റോമാലേഖനം വരുമ്പോൾ 8 അധ്യായങ്ങളിൽ ഉപദേശ വിഷയങ്ങൾ കൈകാര്യം ചെയ്തിട്ട് 9 മുതൽ 11 വരെയുള്ള അധ്യായങ്ങളിൽ ഇസ്രയേലിൻ്റെ ചരിത്രം, ഇസ്രയേലിനെ ദൈവം തിരഞ്ഞെടുത്തതും അവർ ക്രിസ്തുവിനെ നിരസിച്ചതും, അത് 10-ാം അധ്യായം. എന്നാൽ അവർക്ക് ഒരു ഭാവിയുണ്ട്, ദൈവം അവരെ പൂർണ്ണമായി തള്ളിക്കളഞ്ഞിട്ടില്ല. ഈ കാര്യങ്ങളൊക്കെയാണ് 3 അധ്യായങ്ങൾ പറയുന്നത്. അതും ഉപദേശപരമായ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. എന്നാൽ പെട്ടെന്ന് വായിക്കുമ്പോൾ അത് ഇടയ്ക്കുള്ള ഒരു കൂട്ടിച്ചേർക്കൽ പോലെ തോന്നും. എന്നാൽ അങ്ങനെയല്ല എന്നൊക്കെ ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു. എന്നാൽ 12-ാം അധ്യായം മുതൽ തികച്ചും പ്രായോഗികമാണ്. കാരണം ഉപദേശം നാം പഠിക്കുന്നത് കേവലം ഉപദേശം പഠിച്ച് നമ്മുടെ അറിവ് വർദ്ധിപ്പിക്കാനല്ല, പിന്നെയോ ഉപദേശം പ്രായോഗികമാക്കാനാണ്. പഠന സൗകര്യത്തിന് വേണ്ടി എല്ലാം ചോദ്യോത്തര രൂപത്തിലാണ് നോട്ട്സ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് ചില ഭാഗങ്ങൾ ഞാൻ തന്നെ വായിക്കും, മറ്റേത് ഞാൻ പറയുമ്പോൾ വായിച്ച് സഹായിക്കണം. നോട്ട്സിനേക്കാൾ ഉപരിയായിട്ട് എൻ്റെ എക്സ്പ്ലനേഷൻസ്, ക്ലാസ്സിൽ ഞാൻ തരുന്ന വിശദീകരണങ്ങളാണ് കൂടുതൽ പ്രധാനം. അതുകൊണ്ട് എല്ലാവരും പേന തുറന്നു വയ്ക്കുക. അത്യാവശ്യം വരുന്ന എല്ലാം, ഞാൻ പറയുന്നത് എല്ലാം നിങ്ങൾക്ക് എഴുതിയെടുക്കാൻ പറ്റുകയില്ല, എന്നാൽ അത്യാവശ്യം വരുന്ന കാര്യങ്ങൾ നിങ്ങൾ കുറിച്ചിടുക. അതുകൊണ്ടാണ് ഈ 2 വരികൾക്കിടയിൽ ധാരാളം സ്ഥലമുണ്ട്, മാർജിനുണ്ട്, അവിടെയൊക്കെ അത് എഴുതാനുള്ള സ്ഥലമുണ്ട്. ബൈബിളും തുറന്നു വയ്ക്കുക. റോമാലേഖനം 13-ാം അധ്യായമാണ് നാം ആരംഭിക്കുന്നത്. അതിൻ്റെ ഒരു മുഖവര എന്ന നിലയിൽ റോമർ 13-ന്റെ ഒരു 2-3 വാക്യങ്ങൾ പെട്ടെന്ന് വായിക്കാം. റോമർ 13-ന്റെ ആദ്യത്തെ ഒരു 2 വാക്യങ്ങൾ വായിച്ചിട്ട് നമുക്ക് തുടങ്ങാം. ഏതു മനുഷ്യനും ശ്രേഷ്ഠാധികാരങ്ങൾക്ക് കീഴടങ്ങട്ടെ. ദൈവത്താൽ അല്ലാതെ ഒരു അധികാരവും ഇല്ലല്ലോ. ഉള്ള അധികാരങ്ങളോ ദൈവത്താൽ നിയമിക്കപ്പെട്ടിരിക്കുന്നു. ആകയാൽ അധികാരത്തോട് മറക്കുന്നവൻ ദൈവവ്യവസ്ഥയോട് മറക്കുന്നവരോ ശിക്ഷാവിധി പ്രാപിക്കും. അത്രയും മതി. ഇത് തുടങ്ങുന്നത് ഏതു മനുഷ്യനും ശ്രേഷ്ഠാധികാരങ്ങൾക്ക് കീഴടങ്ങട്ടെ എന്ന് പറഞ്ഞാണ് പൗലോസ് ആരംഭിക്കുന്നത്. എന്താണ് ഇവിടെ പറയുന്ന ശ്രേഷ്ഠ അധികാരങ്ങൾ? ഈ ഭൂമിയിൽ കാണുന്ന മാനുഷിക ഭരണ വ്യവസ്ഥിതി അല്ലെങ്കിൽ ഗവൺമെൻറ്റിനെ കുറിച്ചാണ് പറയുന്നത്. അതാണ് നമുക്ക് ഇംഗ്ലീഷ് വാക്കാണ് നമുക്ക് കൂടുതൽ പരിചയം. ഗവൺമെൻറ്റിനെ കുറിച്ചാണ് പറയുന്നത്. അതാണ് ഭരണാധികാരം എന്ന് പറയുന്നത്. ഗവേൺ എന്ന് പറഞ്ഞാൽ ആ വാക്കിൻ്റെ അർത്ഥം ഭരിക്കുക എന്നാണ്. ഭരിക്കുന്ന വ്യക്തിയാണ് ഗവർണർ എന്ന് പറയുന്നത്. അതിൽ നിന്നാണ് ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ ഭരണാധികാരം അല്ലെ ഭരണ വ്യവസ്ഥിതി അല്ലെ ഭരണ സംവിധാനം എന്നാണ് ഗവൺമെൻറ് എന്ന വാക്കിൻ്റെ മലയാള അർത്ഥം. അപ്പോൾ അതാണ് ഇവിടുത്തെ വിഷയം. ഗവൺമെൻറ്റിനോടുള്ള ബന്ധത്തിൽ നമ്മുടെ മനോഭാവം എന്തായിരിക്കണം? വേദപുസ്തകത്തിൻ്റെ പ്രത്യേകത, അത് പെട്ടെന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് വേദപുസ്തകം ഒരു ആത്മീക പുസ്തകമാണ്, ആത്മീക കാര്യങ്ങളൊക്കെ പറയുന്നു. ശരിയാണ്, ആത്മീക കാര്യങ്ങളാണ്. എന്നാൽ ആത്മീകരായ നാം ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഭൗമികരായ മറ്റുള്ളവരെ പോലെ തന്നെ ഈ ഭൂമിയിലെ എല്ലാ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് ജീവിക്കുന്നത്. അതുകൊണ്ടൊരു വിശ്വാസിയുടെ, ക്രിസ്ത്യാനിയുടെ ഈ വിഷയങ്ങളോടുള്ള മനോഭാവം എന്തായിരിക്കണം എന്നുള്ളത് വേദപുസ്തകം വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. സോ ബൈബിൾ ഈസ് വെരി പ്രാക്ടിക്കൽ, വളരെ പ്രായോഗികമായ ഒരു ഗ്രന്ഥമാണ്. അല്ലാതെ മറ്റു മതഗ്രന്ഥങ്ങൾ പോലെ ആത്മീയ കാര്യങ്ങൾ മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ഒരു പുസ്തകമല്ല എന്ന് നാം മനസ്സിലാക്കണം. അപ്പോൾ ഇത് ആദ്യത്തെ 2 വാക്യങ്ങൾ വ്യക്തമാണ്, എങ്കിലും ഞാനത് ചോദ്യോത്തര രൂപത്തിൽ ആണ് എഴുതിയിരിക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ക്രിസ്ത്യാനികൾ ഭരണാധികാരികൾക്ക് കീഴ്പ്പെടേണ്ടത് എന്തുകൊണ്ട്? ഏതു മനുഷ്യനും ശ്രേഷ്ഠാധികാരങ്ങൾക്ക് കീഴടങ്ങട്ടെ എന്ന് പറഞ്ഞാണല്ലോ പൗലോസ് ആരംഭിക്കുന്നത്.
എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഈ വാക്യത്തിൽ അത് അധികം വിശദീകരിച്ചിട്ടില്ല, എങ്കിലും ഞാൻ ഉത്തരം നോട്ട്സിൽ അത് അല്പം കൂടെ വിശദീകരിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് കീഴടങ്ങണം? നോട്ട്സ് നോക്കുക. സമൂഹത്തിൽ ക്രമസമാധാനം നിലനിർത്താൻ ഉത്തരവാദികളായ ആളുകൾക്കും സ്ഥാപനങ്ങൾക്കും, അതാണ് ഗവൺമെൻറ്, കീഴ്പ്പെടാൻ പൗലോസ് എല്ലാ വിശ്വാസികളോടും കൽപ്പിക്കുന്നു. ഇത് ഇനി തുറന്ന് വായിക്കുന്നതിന് മുമ്പ് ഈ ഗവൺമെൻറ് എന്നുള്ള വാക്ക് അല്ലെ അതിനെക്കുറിച്ച് അല്പം ചില കാര്യങ്ങൾ കൂടെ നാം മനസ്സിലാക്കണം. വേദപുസ്തകം നാം നോക്കിയാൽ ഉൽപ്പത്തി 1 മുതൽ കാണുന്ന ഒരു പ്രത്യേകതയാണ്, അല്ലെങ്കിൽ ആ ഉൽപ്പത്തി 1 നിന്ന് ദൈവത്തെക്കുറിച്ച് എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? അവർ ഗോഡ് ഈസ് എ ഗോഡ് ഓഫ് ഓർഡർ. നമ്മുടെ ദൈവം ക്രമത്തിൻ്റെ ദൈവമാണ്. എല്ലാത്തിനും ഒരു ക്രമമുണ്ട്, ഒരു അറേഞ്ച്മെൻ്റ് ഉണ്ട്, അല്ലേ? വാസ്തവത്തിൽ ഈ ലോകം എന്നുള്ളതിൻ്റെ ഗ്രീക്ക് പദം എന്താണെന്ന് അറിയാമോ? കോസ്മോസ്. കോസ്മോസ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ ക്രമം എന്നാണ്, അല്ലെ അറേഞ്ച്മെൻ്റ് ആണ്, ഓർഡർ എന്നാണ് ആ വാക്കിൻ്റെ തന്നെ അർത്ഥം. അപ്പോൾ ദൈവം സൃഷ്ടിച്ചതൊരു കോസ്മോസാണ്, ദൈവം സൃഷ്ടിച്ചൊരു പ്രപഞ്ചമാണ്. അതിൽ തന്നെ ഒരു ക്രമം കാണാൻ സാധിക്കും. ഉൽപ്പത്തി 1 തന്നെ നോക്കുക, എന്ത് കൃത്യമായിട്ടാണ് മോശ എഴുതുന്നത്. 1-ാം ദിവസം ഇന്ന കാര്യങ്ങൾ സൃഷ്ടിച്ചു, 2-ാം ദിവസം, 3-ാം ദിവസം, ഇങ്ങനെ ഓരോന്നും ക്രമമായിട്ടാണ് ദൈവം സൃഷ്ടിച്ചതും മോശ അത് എഴുതിയിട്ടുള്ളതും. അപ്പോൾ നമ്മുടെ ദൈവം ഒരു ക്രമം ഇഷ്ടപ്പെടുന്ന ദൈവമാണ്. ഉൽപ്പത്തി 3 പാപം പ്രവേശിച്ചു കഴിഞ്ഞപ്പോഴാണ് ക്രമം അക്രമമായി മാറുക, അല്ലെ ക്രമക്കേടായിട്ട് മാറുന്നത്. അപ്പോൾ ആ ക്രമത്തിൻ്റെ ഭാഗം തന്നെയാണ് ഈ ഭരണവ്യവസ്ഥിതി എന്നുള്ളത്. വാസ്തവത്തിൽ ദൈവം സൃഷ്ടിച്ച 3 സ്ഥാപനങ്ങൾ ഉണ്ട് എന്ന് നാം പറയാറുണ്ട്. ഏതൊക്കെയാണ് ദൈവം സൃഷ്ടിച്ച 3 സ്ഥാപനങ്ങൾ? അങ്ങനെ കൃത്യമായിട്ട് ആ സ്ഥാപനം എന്നുള്ള വാക്ക് ബൈബിളിൽ ഇല്ലെങ്കിൽ നമുക്കറിയാം എന്തൊക്കെയാണ്. സഭ അവസാനം വരുന്നത്. ആദ്യം സൃഷ്ടിച്ച സഭയാണ്, ആദ്യം സൃഷ്ടിച്ച കുടുംബമാണ്. അതാണ് ദൈവത്തിൻ്റെ ആദ്യത്തെ വ്യവസ്ഥിതി എന്ന് പറയുന്നത്. ഉൽപ്പത്തി 2:24 നാം അതിനെക്കുറിച്ച് വായിക്കുന്നു. അപ്പോൾ ദൈവം കുടുംബം സൃഷ്ടിക്കുകയാണ്, അതാണ് ഒന്നാമത്തെ വ്യവസ്ഥിതി. രണ്ടാമത് ദൈവം സൃഷ്ടിച്ച വ്യവസ്ഥയാണ് ഗവൺമെൻറ്. അതിൻ്റെ വാക്യമണകൾ കുറിച്ചുകൊള്ളുക. ഉൽപ്പത്തി ഉണ്ട്, ഇതിനകത്ത് നോട്ട്സിനകത്തുണ്ട്. ഉൽപ്പത്തി 9:6 നാം വായിക്കുന്നുണ്ട്, ദൈവമാണ് ഗവൺമെൻറ്റിനെ സ്ഥാപിച്ചത്. ജലപ്രളയത്തിന് ശേഷം മനുഷ്യൻ ഭൂമിയിൽ പെരുകാൻ തുടങ്ങുന്നതിന് മുമ്പ് ദൈവം നോഹയിൽ കൂടെ പറഞ്ഞു, അതുകൊണ്ട് മനുഷ്യൻ്റെ ജീവൻ രക്തത്തിലാണ്, മനുഷ്യൻ്റെ ജീവൻ രക്തം ചൊരിയിക്കുന്നവനോട് മനുഷ്യൻ പ്രതികാരം ചെയ്യണമെന്ന് ഒരു വാക്യമുണ്ട് ഉൽപ്പത്തി 9:6. അത് ഹ്യൂമൻ ഗവൺമെൻറ്റിനെ കുറിച്ചാണ്. മാനുഷിക ഭരണ യുഗം ആരംഭിക്കുകയാണ് നോഹയുടെ ജലപ്രളയത്തിന് ശേഷം. അപ്പോൾ ഗവൺമെൻറ് എന്നുള്ളതാണ് ദൈവത്തിൻ്റെ രണ്ടാമത്തെ സ്ഥാപനം. മൂന്നാമത്തെ സ്ഥാപനമാണ് സഭ എന്ന് പറയുന്നത്. ചിലർ ഒന്നുകൂടെ കൂട്ടിച്ചേർത്ത് ഇസ്രായേൽ എന്ന് പറയാറുണ്ട്. എന്നാൽ പൊതുവെ ഈ 3 കാര്യങ്ങളെയാണ് ദൈവം സ്ഥാപിച്ച 3 വ്യവസ്ഥിതികൾ എന്ന് പറയുന്നത്, 3 സിസ്റ്റംസ് ഓഫ് ഗവൺമെൻറ് എന്ന് പറയുന്നത്. ഒന്ന് ആദ്യം കുടുംബം, രണ്ടാമത് മാനുഷിക ഭരണം, 3 സഭ. അപ്പോൾ ഇത് ദൈവം സ്ഥാപിച്ചതാണ്. ഭരണം എന്ന് പറയുന്നത് ദൈവം ഇഷ്ടപ്പെടുന്നു. കഴിഞ്ഞ പ്രാവശ്യം നാം ചിന്തിച്ചു, നമ്മുടെ ദൈവം പരമാധികാരിയായ ദൈവമാണല്ലേ, പരമാധികാരി. നമ്മുടെ ദൈവം സ്വർഗത്തിലാകുന്നു, തനിക്ക് ഇഷ്ടമുള്ളതൊക്കെയും അവൻ ചെയ്യുന്നു. 115-ാം സങ്കീർത്തനം 3-ാം വാക്യം. ദൈവം പരമാധികാരത്തിലാണ് ആളുകളെ രക്ഷയ്ക്കായി തിരഞ്ഞെടുക്കുന്നതും ഓരോ ശുശ്രൂഷകൾക്കായി തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ദൈവം, പരമാധികാരിയായ ദൈവം, മനുഷ്യൻ ഈ ഭൂമിയിൽ സമാധാനത്തോടെ ജീവിക്കണമെങ്കിൽ ഒരു ഭരണ വ്യവസ്ഥിതി ആവശ്യമാണ്. അത് ഈ ലോകത്തിൽ ആവശ്യമാണ്, സഭയിലും ഉണ്ട് എന്ന് നമുക്കറിയാം. അപ്പോൾ അതാണ് ഗവൺമെൻറ് എന്ന് പറയുന്നത്. അപ്പോൾ സാധാരണ നമ്മൾ ഗവൺമെൻറ് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഗവൺമെൻറ്റിനോട് വലിയ അഭിപ്രായമൊന്നും കാണുകയില്ല. കാരണം ഭരിക്കുന്ന ആളുകൾ പലപ്പോഴും വിശ്വാസികളല്ലല്ലോ, അവർ ലോക മനുഷ്യരാണ്. അവരെ പലപ്പോഴും അഴിമതിക്കാരാണ്, അല്ലെങ്കിൽ അവർ മറ്റു പല ഒരു നീതിന്യായ ബോധമുള്ളവരല്ല, അല്ലെങ്കിൽ സ്വഭാവ ശ്രേഷ്ഠതയുള്ളവരല്ല എന്നൊക്കെ നാം കുറ്റം പറയും. അത് ശരിയാണ്. പക്ഷേ ആ ഭരണം എന്ന് പറയുന്ന ആ തത്വം ദൈവം സ്ഥാപിച്ചതാണ്. അതുകൊണ്ടാണ് പൗലോസിലൂടെ പറയുന്നത് എല്ലാ ശ്രേഷ്ഠാധികാരങ്ങൾക്കും നാം കീഴടങ്ങണം. ഏത് മനുഷ്യനും ശ്രേഷ്ഠാധികാരങ്ങൾ കീഴടങ്ങട്ടെ, ദൈവത്താൽ അല്ലാതെ ഒരു അധികാരവും ഇല്ലല്ലോ, ഉള്ള അധികാരങ്ങളോ ദൈവത്താൽ നിയമിക്കപ്പെട്ടിരിക്കുന്നു. അതാണ് ഒന്നാമത്തെ വാക്യം. ഈ നോട്ട്സിലേക്ക് വരാം. സമൂഹത്തിൽ ഞാൻ ഒന്നുകൂടെ വായിക്കാം. സമൂഹത്തിൽ ക്രമസമാധാനം നിലനിർത്താൻ, ലോ ആൻഡ് ഓർഡർ നാം സാധാരണ ഉപയോഗിക്കുന്ന പദമാണ്. ഉത്തരവാദികളായ ആളുകൾക്കും സ്ഥാപനങ്ങൾക്കും. ഗവൺമെൻറ് എന്ന് പറയുന്ന ഒരു സ്ഥാപനമാണ്. ആ ഗവൺമെൻറ് എന്ന് പറയുന്ന സ്ഥാപനത്തിൽ അത് വേണ്ട നിലയിൽ റൺ ചെയ്യാൻ വേണ്ടി ദൈവം ചില ആളുകളെ ഏൽപ്പിച്ചിട്ടുണ്ട്. മന്ത്രിമാർ എന്നുള്ള പേരിലോ, മന്ത്രിമാർ മാത്രമല്ല,
ലോക്കൽ ബോഡീസ് ഉണ്ട്. അവിടെ ചിലപ്പോൾ നമ്മൾ കാണുന്ന കളക്ടർമാർ, മറ്റു ഉദ്യോഗസ്ഥന്മാർ, പോലീസ് ഉദ്യോഗസ്ഥന്മാർ, ഇവരെല്ലാം ഗവൺമെൻറ് സിസ്റ്റത്തിൻ്റെ ഭാഗമാണ്. അവരെല്ലാം കൂടെ ചേർത്താണ് ഉത്തരവാദികളായ ആളുകൾക്കും സ്ഥാപനങ്ങൾക്കും അല്ലെ ഗവൺമെൻറ് കീഴ്പ്പെടാൻ പൗലോസ് എല്ലാ വിശ്വാസികളോടും കൽപ്പിക്കുന്നത്. അപ്പോൾ നമുക്കുള്ള കൽപ്പനയാണത്. അടുത്ത വാചകം, എല്ലാ അധികാരങ്ങളും ആത്യന്തികമായി ദൈവത്തിൽ നിന്നാണ് വരുന്നത്. എല്ലാ അധികാരങ്ങളും ആത്യന്തികമായി ദൈവത്തിൽ നിന്നാണ് വരുന്നത്. കാരണം ദൈവമാണ് പരമാധികാരി, ദൈവമാണ് ഈ വ്യവസ്ഥതയൊക്കെ ഈ ഭൂമിയിൽ സ്ഥാപിച്ചിട്ടുള്ളത്. അതുകൊണ്ട് എല്ലാ അധികാരങ്ങളും ആത്യന്തികമായി ദൈവത്തിൽ നിന്ന് വരുന്നു. അതുകൊണ്ടാണ് നാം ഈ വ്യവസ്ഥിതിക്ക് കീഴ്പ്പെടുന്നത്. അപ്പോൾ ഈ വ്യവസ്ഥിതിക്ക് കീഴ്പ്പെടുമ്പോൾ നാം വാസ്തവത്തിൽ എന്താണ് ചെയ്യുന്നത്? എന്താണ്? ദൈവത്തിന് കീഴ്പ്പെടുകയാണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. അടുത്ത വാചകം, നേതാക്കൾ അപൂർണരോ കുറവുള്ളവരോ ആണെങ്കിലും, നേതാക്കൾ അപൂർണരാണ്, കുറവുള്ളവരാണ്, സംശയമൊന്നുമില്ല. മനുഷ്യരെല്ലാവരും കുറവുള്ളവരാണ്. പിന്നെ ഈ നേതാക്കൾ എന്ന് പറയുന്നവരൊന്നും വിശ്വാസികളൊന്നുമല്ല. അതിൻ്റെതായിട്ടുള്ള പരിമിതികളൊക്കെ അവർക്കുണ്ട്. അങ്ങനെ നേതാക്കൾ അവരെ അപൂർണരും കുറവുള്ളവരോ ആണെങ്കിലും അധികാരത്തിൻ്റെ തത്വം, ദ പ്രിൻസിപ്പിൾ ഓഫ് ഗവൺമെൻറ് നിലനിൽക്കുന്നത് ദൈവം അത് രൂപകൽപ്പന ചെയ്തത് കൊണ്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, ദൈവമാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നാം അത് അനുസരിക്കാൻ കടപ്പെട്ടവരാണ്. ഇതിനർത്ഥം നേതാക്കൾ ചെയ്യുന്നതെല്ലാം റോമർ 13-ാം അധ്യായത്തിൻ്റെ നോട്ട്സ് മാത്രം ഇപ്പോൾ എടുത്താൽ മതി, 1-ാമത്തെ പേജ്. ഇതിൻ്റെ അർത്ഥം നേതാക്കൾ ചെയ്യുന്നതെല്ലാം ദൈവം അംഗീകരിക്കുന്നു എന്നല്ല, മറിച്ച് ദൈവം ഗവൺമെൻറ് എന്ന സ്ഥാപനം സ്ഥാപിച്ചു എന്ന് മാത്രമാണ്. അതാണ് എൻ്റെ അർത്ഥം. നേതാക്കൾ ചെയ്യുന്നതിനെല്ലാം ദൈവം അംഗീകരിക്കുന്നൊന്നുമില്ല, ദൈവം അനുവദിക്കുന്നു. കാരണം ദൈവമാണ് ഇങ്ങനെ വ്യവസ്ഥിതി സ്ഥാപിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ്. കാരണം ആ ഒരു വ്യവസ്ഥിതി ആവശ്യമാണ്. എന്തിനാണ് വ്യവസ്ഥിതി ആവശ്യം? എങ്കിൽ മാത്രമേ അതാണ് 3-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരവാദിത്തം ഞാൻ എഴുതിയിട്ടുണ്ട്. എങ്കിൽ മാത്രമേ ഒരു രാജ്യത്തെ, ഒരു പ്രദേശത്ത് ക്രമസമാധാനവും പൊതുജനക്ഷേമവും ഒക്കെ നിലനിർത്താൻ കഴിയുകയുള്ളൂ. അതുകൊണ്ടാണ് നാം ഗവൺമെൻറ്റിനെ അനുസരിക്കണം എന്ന് നാം പറയുന്നത്. ഓക്കെ, ഐ തിങ്ക് അത് ഞാൻ വിശദീകരിച്ചു കഴിഞ്ഞു. രണ്ടാമത്, പൗലോസിൻ്റെ അഭിപ്രായത്തിൽ ഭരണാധികാരികൾ എന്ത് പങ്കാണ് വഹിക്കുന്നത്? അത് 3-4 വാക്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ചോദ്യമാണ്. അത് 3-4 പിന്നെ വായിക്കാം. എന്ത് പങ്കാണ് അവർ വഹിക്കുന്നത്, അല്ലെങ്കിൽ വഹിക്കേണ്ടത്? അതാണ് ചോദ്യം. സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഭരണാധികാരികൾ ദൈവത്തിൻ്റെ ദാസന്മാരാണ്. ആ പദം ശ്രദ്ധിക്കണം, മറ്റൊരു അടിവരയിടണം. ഭരണാധികാരികൾ ദൈവത്തിൻ്റെ ദാസന്മാരാണ്. ശരിയാണ്. നമ്മുടെ സാധാരണയുള്ള ചിന്തയിൽ ആരാണ് ഈ ദൈവദാസന്മാർ? നമ്മളൊക്കെ തന്നെയാണല്ലേ. പലപ്പോഴും പാവപ്പെട്ട കർത്താവിൻ്റെ വിലയേറിയ ദാസന്മാരായിട്ടങ്ങ് ചമഞ്ഞ് നടക്കുകയാണ് നമ്മളൊക്കെ. എല്ലാം വിലയേറിയ ദാസന്മാരാണ്. എന്നാൽ വേദോസ്തവത്തിൻ്റെ കാഴ്ചപ്പാടിൽ ഭരണാധികാരികളും ദൈവത്തിൻ്റെ ദാസന്മാരാണ്. നമുക്കത് അംഗീകരിക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ട്. ഭരണാധികാരികൾ ദൈവത്തിൻ്റെ ദാസന്മാരാണ്. തെളിവുണ്ടോ? ഇവിടെ വാക്യം എഴുതിയിട്ടില്ല. പഴയ നിയമത്തിലൊരു തെളിവ് പറയാം. പഴയ നിയമത്തിലെ വാസ്തവത്തിൽ ഒരു ദുഷ്ടരാജാവായിരുന്ന ഒരർത്ഥത്തിൽ നെബൂഖദ്നേസർ, ബാബിലോൺ രാജാവ് നെബൂഖദ്നേസർ. പക്ഷേ നെബൂഖദ്നേസറിനെ കുറിച്ച് എന്താണ് ബൈബിൾ പറയുന്നതെന്ന് അറിയാമോ? ചില വാക്യങ്ങൾ നെബൂഖദ്നേസറിനെ പെട്ടെന്ന് കുറിച്ചിട്ട് 2-3 വാക്യങ്ങളൊന്ന് എഴുതുക, പിന്നെ വായിച്ചാൽ മതി. നെബൂഖദ്നേസറിനെ കുറിച്ച് ആവർത്തിച്ച് ദൈവം പറയുന്നു, എൻ്റെ ദാസനായ നെബൂഖദ്നേസർ. കുറിക്കുക, വാക്യം കുറിക്കുക. യെരമ്യാവ് 25:9, 27:6. ഇതെല്ലാം യെരമ്യാ പ്രവചനമാണ്. യെരമ്യാവ് 25:9, 27:6, 25:9, 27:6, 43:10 എല്ലാം യെരമ്യാ പ്രവചനമാണ്. ഇവിടെ എല്ലാം എൻ്റെ ദാസനായ നെബൂഖദ്നേസർ എന്ന് ദൈവം തന്നെ പറയുകയാണ്. വാസ്തവത്തിൽ എന്താണ് നെബൂഖദ്നേസർ ചെയ്തത്? വന്ന് ഇസ്രായേലിനെ അല്ലെങ്കിൽ യഹൂദയെ ആക്രമിച്ച് ബാബേൽ പ്രവാസത്തിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്തത്. നമ്മുടെ കാഴ്ചപ്പാടിൽ നെബൂഖദ്നേസർ ഒരു ക്രൂരനായ രാജാവായിരുന്നു. ഇദ്ദേഹമാണ് ദൈവാലയം പോലും നശിപ്പിച്ചത്. പക്ഷേ ബൈബിൾ പറയുന്നു, എൻ്റെ ദാസനായ നെബൂഖദ്നേസർ. അപ്പോൾ എൻ്റെ ദാസൻ, ദൈവത്തിൻ്റെ ദാസൻ എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ പുതിയ അർത്ഥത്തിലല്ല ആ വാക്ക് അവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ദൈവത്തിൻ്റെ ഓരോ ചരിത്രത്തിൽ, ഓരോ കാലഘട്ടത്തിൽ ദൈവത്തിന് ചില ഉദ്ദേശ്യങ്ങളൊക്കെ ഉണ്ട് ലോകരാഷ്ട്രങ്ങളെക്കുറിച്ച്. അത് നിറവേറ്റുന്നവരെയൊക്കെ ദൈവത്തിൻ്റെ ദാസന്മാരെന്നാണ് ദൈവം തന്നെ വിളിക്കുന്നത്. ആ അർത്ഥത്തിൽ ഇന്നത്തെ ഭരണാധികാരികളും
നമുക്ക് ഇന്നത്തെ ഭരണാധികാരികളെ കുറിച്ചും നല്ല അഭിപ്രായം ഇല്ലെന്ന് എനിക്കറിയാം. എങ്കിലും അവരൊക്കെ ദൈവത്തിൻ്റെ ദാസന്മാരാണ്. ദൈവം ആ സ്ഥാനത്താക്കി. ഈ 2025 ഇന്ത്യയെ ഭരിക്കാൻ വേണ്ടി ദൈവം ചിലരെ എഴുന്നേൽപ്പിച്ചിട്ടുണ്ട്. അവർ ദുഷ്ടന്മാരാണെങ്കിൽ പോലും അവരെ നാം അംഗീകരിച്ചേ പറ്റുകയുള്ളൂ. അവർ ദൈവത്തിൻ്റെ ദാസന്മാരാണ്. അതാണ് നാം മനസ്സിലാക്കേണ്ടത്. സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി അത് വേണം. അടുത്ത വാചകം, അവർ തെറ്റ് ചെയ്യുന്നവരെ ശിക്ഷിക്കുകയും ശരിയായത് പ്രോത്സാഹിപ്പിക്കുകയും വേണം. അതാണ് വാസ്തവത്തിൽ ഗവൺമെൻറ്റിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം. തെറ്റ് ചെയ്യുന്നവരെ ശിക്ഷിക്കണം, ശരിയായതിനെ പ്രോത്സാഹിപ്പിക്കണം. അതിന് ഗവൺമെൻറ് മാത്രമല്ല, അതിനുവേണ്ടിയാണ് കോടതികളുമുണ്ട്. ഇതെല്ലാം ഗവൺമെൻറ് സിസ്റ്റത്തിൻ്റെ മറ്റൊരു മുഖമാണ് ഈ കോടതികൾ എന്നൊക്കെ പറയുന്നത്. അടുത്ത വാചകം, തിന്മയെ നിയന്ത്രിക്കാനും നന്മയെ പ്രോത്സാഹിപ്പിക്കാനും വേണ്ടിയാണ് ഭരണ സംവിധാനം ദൈവം ആക്കിയിരിക്കുന്നത്. ഏത് രാജ്യത്തും ദൈവത്തിൻ്റെ ഉദ്ദേശ്യം ഇതാണ്. ഭരണാധികാരികൾ വിശ്വസ്തരാണോ അവിശ്വസ്തരാണെന്നുള്ളത് വേറൊരു വിഷയം. പക്ഷെ ദൈവം ഈ ഒരു ഉദ്ദേശത്തോടെയാണ് എല്ലാ രാജ്യങ്ങളിലും ഏതെങ്കിലും നിലയിലുള്ള ഭരണ സംവിധാനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഉദാഹരണത്തിന് ഇപ്പം നമ്മുടെ ഭരണ സംവിധാനത്തിന് എന്താ നമ്മൾ പറയുന്നത്? ജനാധിപത്യം അല്ലേ, ഡെമോക്രസി. വേറെ ഏതെങ്കിലും ഭരണ സംവിധാനത്തെക്കുറിച്ച് അറിയാമോ? ഡെമോക്രസി വരുന്നതിന് മുമ്പ് എന്തായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നേ? രാജഭരണം ഉണ്ടായിരുന്നു അല്ലേ, രാജഭരണം ഉണ്ടായിരുന്നു. അത് പലപ്പോഴും ഓട്ടോക്രസി അല്ലേ, അത് ഒരർത്ഥത്തിൽ ഏകാധിപത്യമായിരുന്നു രാജാവിൻ്റെ ഭരണം. എന്നാൽ ബൈബിളിൽ നാം കാണുന്ന ആദ്യകാലത്ത് തിയോക്രസിയാണ് ഉണ്ടായിരുന്നത്, ദൈവത്തിൻ്റെ ഭരണം, നേരിട്ടുള്ള ഭരണം. അത് ഇസ്രയേലിലും കുറേ നാൾ ഉണ്ടായിരുന്നു. പിന്നെ അവരെ രാജാവിന് വേണ്ടി ചോദിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പലതരത്തിലുള്ള ഭരണങ്ങളുണ്ട്. നാം പലപ്പോഴും ചിന്തിക്കുന്ന ഡെമോക്രസിയാണ് ഏറ്റവും നല്ല ഭരണം. നമുക്കറിയാവുന്ന ഏറ്റവും നല്ല ഭരണം ഡെമോക്രസിയാണ്. എന്താണ് ഡെമോക്രസി എന്ന് പറയുന്നത്? അതിൻ്റെ നിർവചനം കേട്ടിട്ടുണ്ടല്ലോ, സാറിന് പറയാറുണ്ടല്ലോ. ഫോർ ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ ആൻഡ് ഓഫ് ദ പീപ്പിൾ അല്ലേ. സാധാരണ ജനങ്ങളാൽ, ജനങ്ങൾക്ക് വേണ്ടി, ജനങ്ങളുടെ ഭരണം എന്നാണ് പറയുന്നത്. അതാണ് ഡെമോക്രസി. നമ്മുടെ സുകുമാർ അഴീക്കോടാണെന്ന് തോന്നുന്നു, പുള്ളി ഇതിനെക്കുറിച്ച് തമാശയായിട്ട് പറഞ്ഞു, ഇന്ന് ഡെമോക്രസി എന്ന് പറഞ്ഞാൽ ഡിമൺസ് ആർ ക്രേസി എന്ന് പറയുന്ന അവസ്ഥയിലെത്തിയെന്ന്. ഡിമൺസ് ആർ ക്രേസി, അങ്ങനെ അങ്ങനെ ഇരിക്കും അല്ലേ. ഡിമൺസ് അല്ലേ തന്നെ ക്രേസിയാണ്. ഇപ്പം ഡിമൺസ് ക്രേസി ആയ അവസ്ഥയിലാണെന്ന് പലപ്പോഴും ഡെമോക്രസി എത്തിയിരിക്കുന്നത്. അത് പലപ്പോഴും മനുഷ്യൻ്റെ കുറ്റം കൊണ്ടാണ്, അല്ലാതെ ആ ഡെമോക്രസി എന്നുള്ള വ്യവസ്ഥയുടെ കുറ്റമല്ല. ശരി, എന്താണ് ഇത്രയും പ്രാധാന്യം ഭരണത്തിന് ദൈവം കൊടുക്കുന്നതെന്ന് അറിയാമോ? ഇങ്ങനെ ചിന്തിച്ചു നോക്കുക. ഒരു ഭരണവും ഇല്ല, ഭരണമില്ലാത്തൊരവസ്ഥയെക്കുറിച്ച് ചിന്തിക്കുക. ഒരു ഗവൺമെൻറ് ഈ നാട്ടിൽ ഇല്ല എന്നൊക്കെ ചിന്തിക്കുക. നല്ലതാണോ ചീത്തയാണോ ഗവൺമെൻറ്? അതാണ് അനാർക്കി, അരാജകത്വം എന്ന് പറയുന്നത്. ഗവൺമെൻറ് ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ നമ്മൾ സ്വസ്ഥമായിട്ടൊക്കെ ജീവിച്ചു പോരുന്നത്. ഗവൺമെൻറ് ഇല്ലെങ്കിലോ, നിയമങ്ങളില്ലെങ്കിലോ, നിയമവാഴ്ചയില്ലെങ്കിലോ, കോടതി ഇല്ലെങ്കിലോ. ഒരു ഉദാഹരണം, പഴയൊരു ചരിത്ര സംഭവം ഈ പ്രായമുള്ളവർക്ക് ഓർമ്മയുണ്ടായിരിക്കും. സദ്ദാം ഹുസൈൻ എന്ന് കേട്ടിട്ടുണ്ടോ? സദ്ദാം ഹുസൈൻ, എങ്ങനെയാണ് അദ്ദേഹത്തെ നമ്മൾ അറിയപ്പെടുന്നത്? 1990 അദ്ദേഹം കുവൈറ്റ് ആക്രമിച്ചു. അങ്ങനെയാണ് നമ്മുടെ വിശ്വാസം ധാരാളം പേര് കുവൈറ്റിലുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് അദ്ദേഹത്തെ മറക്കാൻ പറ്റുകയില്ല. ഏതായാലും 90 ഓഗസ്റ്റിൽ, പക്ഷെ അതിനാൾ നീണ്ടുന്നില്ല, അമേരിക്ക ഇടപെട്ടു, അദ്ദേഹത്തെ ഓടിച്ചു. പിന്നെയും 10 വർഷം താൻ ഇവിടെ ഇറാഖിൽ ഭരിച്ചു. ഒടുവിൽ 2003 വീണ്ടും അമേരിക്ക ആക്രമിച്ച് ഇദ്ദേഹത്തെ അവിടെ നിന്ന് സ്ഥാനഭ്രഷ്ടനാക്കുകയാണ്. 2003 മാർച്ചിൽ. അന്നത്തെ ആ സംഭവം ഇന്നും എനിക്ക് ഓർമ്മയുണ്ട്. സദ്ദാം സ്ഥാനഭ്രഷ്ടനായി അന്ന് രാത്രി എന്താണ് സംഭവിച്ചറിയാം? ഇറാഖിൽ സാധാരണ ജനങ്ങളെല്ലാം കൂടെ സദ്ദാമിൻ്റെ കൊട്ടാരത്തിലേക്ക് ഇടിച്ചു കയറി. കൊട്ടാരം കൊള്ളയടിച്ചു സാധാരണ ജനങ്ങൾ. ഒന്ന് ആലോചിച്ച് നോക്കാം. സദ്ദാം ഭയങ്കര ഭീകരനായിരുന്നു. സദ്ദാം ജീവനോടുള്ളപ്പോൾ അതിൻ്റെ പരിസരത്തൊന്നും ഒരു മനുഷ്യനും അടുക്കുകയില്ല. സദ്ദാം താഴെ വന്ന് കണ്ടപ്പോൾ അവർ അന്ന് രാത്രി തന്നെ സദ്ദാമിൻ്റെ കൊട്ടാരം കൊള്ളയടിച്ചു, സകല കടകളും കൊള്ളയടിച്ചു, പിന്നെ സദ്ദാമിൻ്റെ പ്രതിമയും നശിപ്പിച്ചു. വലിയ പ്രശ്നമായി. ഒരു ഭരണം ഇല്ലെങ്കിൽ പിന്നെ അരാജകത്വം. അതുകൊണ്ടാണ് എത്ര മോശക്കാരനായ ഭരണാധികാരി ആണെങ്കിലും ആ ഭരണാധികാരി ഭരണമില്ലാത്ത അവസ്ഥയേക്കാൾ ഭേദമാണ്. അത് നാം മനസ്സിലാക്കണം. ഭരണമില്ലാത്ത അവസ്ഥയേക്കാൾ എത്രയായാലും ഭേദമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ദൈവം ഇങ്ങനെ വ്യവസ്ഥിതി വെച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നാം വായിക്കുന്നത്, ഭരണാധികാരികൾ എന്ത് പങ്കാണ് വഹിക്കുന്നത്, എന്തുകൊണ്ട് അവരെ അനുസരിക്കണം. ഞാൻ അല്പം എക്സ്ട്രാ അങ്ങ് പറയുകയാണ്. മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പെട്ടെന്ന് വരാം. സിവിൽ അധികാരത്തോടുള്ള ശരിയായ ക്രിസ്തീയ പ്രതികരണം എന്താണ്? ഇംഗ്ലീഷിലെ വാക്കാണ് സിവിൽ ഗവൺമെൻറ് എന്നൊക്കെ പറയുന്നത്. സിവിൽ എന്ന് പറഞ്ഞാൽ മറ്റൊന്നും ചിന്തിക്കേണ്ട, രാഷ്ട്രീയ അധികാരം എന്ന് ചിന്തിച്ചാലും മതി. പിന്നെ അങ്ങനെ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല, രാഷ്ട്രീയ അധികാരം. പക്ഷെ നമുക്ക് പെട്ടെന്ന് രാഷ്ട്രീയം എന്ന് കേൾക്കുമ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ എന്നുള്ള ചിന്തയിൽ പോകും. അത് ഒഴിവാക്കാൻ ഞാനങ്ങ് സിവിൽ തന്നെ എഴുതുന്നേ ഉള്ളൂ. അപ്പോൾ രാഷ്ട്രീയ അധികാരത്തോടുള്ള ശരിയായ ക്രിസ്തീയ പ്രതികരണം എന്താണ്? 13:5 മുതൽ 7 വരെ
അവിടെ നാം വായിക്കുന്നു, ഒരു സമൂഹത്തെയോ രാഷ്ട്രത്തെയോ ഭരിക്കാൻ അധികാരം നൽകപ്പെട്ട അല്ലെ അധികാരം ലഭിച്ച ആളുകളാണ് സിവിൽ ഭരണാധികാരികൾ. എങ്ങനെയാണ് അവർക്ക് അധികാരം ലഭിച്ചത്? ഒന്നുകിൽ രാജകുടുംബങ്ങളാണ്, രാജകുടുംബത്തിൽ ആ കുടുംബ വാഴ്ചയുടെ ഭാഗമായി കിട്ടുന്നതാണ് അധികാരം. ജനാധിപത്യത്തിലോ 5 വർഷം കൂടുമ്പോൾ ഇലക്ഷൻ ഉണ്ടല്ലേ? അമേരിക്കയിലൊക്കെ 4 വർഷം. ഇപ്പോഴും നമ്മൾ ഇലക്ഷൻ്റെ വക്കൽ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ആളുകളാണ്, അങ്ങനെയാണ് അധികാരം കിട്ടുന്നത്. ആളുകളാണ് സിവിൽ ഭരണാധികാരികൾ. രണ്ടാമത്തെ പേജ്. ക്രമസമാധാനം, നീതി, പൊതുജനക്ഷേമം എന്നിവ നിലനിർത്തുന്നതിന് അവർ ഉത്തരവാദികളാണ്. ഇതാണ് ഗവൺമെൻറ് ലക്ഷ്യം. 3 കാര്യങ്ങൾ: ക്രമസമാധാനം, ലോ ആൻഡ് ഓർഡർ. ഇവിടെ നീതി എന്ന് പറയുന്നത് നാച്ചുറൽ ജസ്റ്റിസ്, ഒരു സ്വാഭാവിക നീതി ഉണ്ട്. കോടതിയിൽ പോയില്ലെങ്കിൽ പോലും എല്ലാ മനുഷ്യർക്കും കിട്ടേണ്ട ഒരു സ്വാഭാവിക നീതിയുണ്ട്. നമ്മൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്നൊക്കെ പറഞ്ഞ് സോഷ്യൽ സ്റ്റഡീസിലൊക്കെ പഠിച്ചിട്ടുണ്ടല്ലേ, മൗലിക അവകാശങ്ങൾ. അപ്പോൾ അതൊക്കെ നടപ്പിലാക്കേണ്ട ഉത്തരവാദിത്തം ഗവൺമെൻറ്റിനാണ്. പൊതുജനക്ഷേമം, ആ വാക്ക് നമുക്കറിയാം അല്ലേ, പബ്ലിക് വെൽഫെയർ. അതിൻ്റെ ഭാഗമാണ് നമുക്കെന്നുള്ള റേഷൻ കടകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഹോസ്പിറ്റലുകൾ, റോഡുകൾ, ഇതെല്ലാം അതിനകത്ത് വരും. ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഉത്തരവാദിത്തമാണ് ഗവൺമെൻറ്റിനുള്ളത്. അതിനുവേണ്ടി നിയമങ്ങൾ നിർമ്മിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്നവരാണ് അവർ. ആര്? സിവിൽ ഭരണാധികാരികൾ. അതുകൊണ്ടാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്ന MLA-മാരൊക്കെ പോയിരിക്കുന്ന സ്ഥലത്ത് എന്താണ് പറയുന്നത്? നിയമസഭാ മന്ദിരം അല്ലേ? ആ പേര് തന്നെ അങ്ങനെ, നിയമസഭ. അവരുടെ ജോലിയാണ് നിയമങ്ങൾ ഉണ്ടാക്കുക, പിന്നെ അത് നടപ്പിലാക്കണം. ഉദ്യോഗസ്ഥന്മാരിൽ കൂടെയും പോലീസിൽ കൂടെയും അത് നടപ്പിലാക്കണം. അതാണ് അവരുടെ ജോലി. ക്രിസ്ത്യാനികൾ നിയമം അനുസരിക്കുകയും അവരോട് ബഹുമാനം കാണിക്കുകയും നികുതി അടയ്ക്കുകയും വേണം. ശരിയാണോ? ക്രിസ്ത്യാനികൾ എന്ത് ചെയ്യണം? നിയമം അനുസരിക്കണം, അവരോട് ബഹുമാനം കാണിക്കണം, ഭരണാധികാരികളോട് നികുതി അടയ്ക്കുകയും വേണം. നികുതി അടയ്ക്കുന്നത് ശരിയാണ്? നമുക്കെന്ത് തോന്നുന്നു? നികുതി അടയ്ക്കുന്നതിനെ കുറിച്ച് കർത്താവ് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടല്ലേ. Matthew 22:21 അവനെ പരീക്ഷിക്കാൻ വേണ്ടി വന്നല്ലോ. അവർ കർത്താവിനെ വെട്ടിലാക്കാൻ വേണ്ടിയാണ് ചോദിച്ചത്. കൈസർക്ക് കരം കൊടുക്കുന്നത് വിഹിതമോ എന്നവനെ പരീക്ഷിച്ച് ചോദിച്ചു. എന്താണ് അതിനകത്തെ ട്രാപ്പ് എന്താണെന്ന് അറിയാമോ? എങ്ങനെ കൊടുക്കാനാണ് ശ്രമിച്ചത്? വിഹിതം അല്ല എന്ന് കർത്താവ് പറഞ്ഞു തന്നിരിക്കട്ടെ. വിഹിതമല്ല അങ്ങനെ പറഞ്ഞാൽ അവരെന്ത് ചെയ്യും? അവർ രാജ്യദ്രോഹമായി ഉടനെ അത് റിപ്പോർട്ട് ചെയ്യും. ഉടനെ പിലാത്തോസിൻ്റെ തോടും. കാരണം ഇങ്ങനെ പഠിപ്പിക്കുന്നു ഒരു പുതിയ ഗുരു വന്ന് കൈസർക്ക്. ഇനിയും കൈസർക്ക് കൊടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് യഹൂദന്മാർക്ക് ഇഷ്ടമല്ല. ഇപ്പം യഹൂദ വിരോധിയാക്കാം. എങ്ങനെങ്കിലും കർത്താവിനെ കൊടുക്കാം എന്നാണ് വിചാരിച്ചത്. പക്ഷെ കർത്താവ് യേസും നോയും പെട്ടെന്ന് പറഞ്ഞില്ല. കർത്താവിൻ്റെ ഉത്തരങ്ങളൊക്കെ നാം ശ്രദ്ധിക്കണം. പലപ്പോഴും തന്നെ കൊടുക്കാൻ വരുമ്പോൾ ഒന്നുകിൽ താൻ ഇങ്ങനെയുള്ള ഉത്തരം പറയും, അല്ലെങ്കിൽ ചില ചോദ്യങ്ങൾ തിരിച്ച് അവരോട് ചോദിക്കും അല്ലേ? യോഹന്നാന്റെ സ്നാനം സ്വർഗത്തിൽ നിന്നാണോ മനുഷ്യരിൽ നിന്നാണോ എന്നൊക്കെ ചോദിച്ചപ്പോൾ കർത്താവിന് മറുപടി പറയുന്നുണ്ടല്ലേ. അപ്പോൾ അങ്ങനെ പല ചോദ്യങ്ങൾക്കും കർത്താവ് തിരിച്ചവരുടെ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പോൾ കർത്താവ് ശരിയാ, സംഭവം നമുക്കറിയാമല്ലോ. കർത്താവ് എന്താണ് പറഞ്ഞത്? ഒരു നാണയം കൊണ്ടുവരിക. നാണയത്തിൽ ഒരു ഇമേജ് ഉണ്ടല്ലേ? നാണയത്തിൽ ആരുടെ ചിത്രമാണുള്ളത്? കൈസറിൻ്റേത്. കൈസർക്കുള്ളത് കൈസർക്ക് കൊടുക്കണം, തീർന്നു പ്രശ്നം അല്ലേ? ഇത് കൈസറുടെ നാണയമാണ്, അത് കൈസർക്ക് കൊടുക്കണം. പക്ഷെ ഇൻഡയറക്റ്റായിട്ട് മറ്റൊരു കാര്യവും പറഞ്ഞു അല്ലേ? അത് എഴുതിയിട്ടില്ല, നമുക്കെല്ലാം അറിയാം. ദൈവത്തിനുള്ളത് ദൈവത്തിനുള്ളത്. ഏതാ ദൈവത്തിനുള്ളത്? അത് നാണയമല്ല. ദൈവം തൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലുമാണ് ഓരോ വ്യക്തിയെയും സൃഷ്ടിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ പണം കൈസർക്ക് കൊടുത്തോ, പക്ഷെ നിങ്ങളെ തന്നെ ദൈവത്തിന് കൊടുക്കണം എന്നൊരു സന്ദേശവും അതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. Matthew 22:21 കുറിച്ചോ നികുതി അടയ്ക്കുന്ന ഉള്ളിടത്ത്. പിന്നെ ഇതിവിടെ പൗലോസും പറയുന്നുണ്ട് 7-ാം വാക്യത്തിൽ, റോമർ 13:7 എല്ലാവർക്കും കടമായുള്ളത് കൊടുപ്പീൻ, നികുതി കൊടുക്കേണ്ടവന് നികുതി, ചുങ്കം കൊടുക്കേണ്ടവന് ചുങ്കം, ഭയം കാണിക്കേണ്ടവന് ഭയം, മാനം കാണിക്കേണ്ടവന് മാനം. ഇതെല്ലാം കടപ്പെട്ടിരിക്കുന്നതെല്ലാം ചെയ്യണം എന്ന് പറയുന്നുണ്ട്. കാരണം നമ്മൾ വിശ്വാസികളാണ്, ദൈവമക്കളാണ്. ദൈവമക്കൾ എന്നുള്ള നിലയിൽ ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥിതിയെയൊക്കെ നാം അനുസരിക്കാൻ ബാധ്യസ്ഥരാണ്. അതൊക്കെ നമ്മുടെ സാക്ഷ്യത്തിൻ്റെ ഭാഗം തന്നെയാണ്. അപ്പോൾ അടുത്ത വാചകം, കീഴടങ്ങൽ. എല്ലാത്തിനും കീഴ്പ്പെടണം, എല്ലാ അധികാരങ്ങൾക്കും കീഴ്പ്പെടണം, കീഴടങ്ങട്ടെ 1-ാം വാക്യത്തിൽ പറയുന്നു. ആ കീഴടങ്ങലിൽ എന്തുണ്ട്? ഇവിടെ നാം വായിക്കുന്നു, കീഴടങ്ങലിൽ മനോഭാവവും പ്രവൃത്തിയും ഉൾപ്പെടുന്നു. കീഴടങ്ങൽ എന്ന് പറയുന്നത് അടിസ്ഥാനപരമായിട്ടൊരു മനോഭാവമാണ്, ആറ്റിറ്റ്യൂഡാണ്. അത് മാത്രമല്ല അതിൽ പ്രവൃത്തി ഉൾപ്പെടുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് നാം നികുതി കൊടുക്കുന്നതും
ബഹുമാനം കാണിക്കുന്നതും എല്ലാം അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ്. ഓക്കെ, 4-ാമത്തെ ചോദ്യം. ഒരു ക്രിസ്ത്യാനി സർക്കാരിനെ അനുസരിക്കാതിരിക്കുന്നത് എപ്പോഴാണ് ശരിയാണ്? ഇത്രയും പറഞ്ഞപ്പോൾ ഒരു സംശയം വരും. എല്ലാ കാര്യങ്ങളിലും സർക്കാരിനെ അനുസരിക്കണമോ? അനുസരിക്കാതിരിക്കേണ്ട ചില സാഹചര്യങ്ങൾ വരുമോ? ന്യായമായ ചോദ്യം. അതാണ് ഇവിടെ ഉത്തരം പറയുന്നത്. അത് പൊതുവായിട്ടുള്ള ഉത്തരമാണ്. ഒരു ക്രിസ്ത്യാനി സർക്കാരിനെ അനുസരിക്കാതിരിക്കുന്നത് എപ്പോഴാണ് ശരിയാകുന്നത്? പൊതുപ്രമാണം എന്താണ്? സർക്കാരിനെ അനുസരിക്കണം, നിയമങ്ങളെ നാം മാനിക്കണം. എന്നാൽ ചുരുക്കം ചില സന്ദർഭങ്ങളിൽ ക്രിസ്ത്യാനികൾക്ക് ഗവൺമെൻറ്റിൻ്റെ നിയമങ്ങൾ അനുസരിക്കാൻ സാധ്യമാകുകയില്ല. അതാണ് ഉത്തരം പറയുന്നത്. ക്രിസ്ത്യാനികൾ ഭരണാധികാരികൾക്ക് കീഴ്പ്പെടാൻ ബൈബിൾ പഠിപ്പിക്കുന്നു. ആദ്യം പോസിറ്റീവായിട്ടുള്ള കമാൻഡ്മെൻറ്റാണ് പറയുന്നത്. റോമർ 13:1, 1 പത്രോസ് 2:13-14 വ്യക്തമായിട്ട് പറയുന്നുണ്ട്. എല്ലാ നാടുവാഴികൾക്കും രാജാക്കന്മാർക്കുമൊക്കെ കീഴടങ്ങണമെന്ന് പത്രോസും പറയുന്നുണ്ട്. അത് പൊതുപ്രമാണമാണ്. ദൈവത്തോടുള്ള അനുസരണം മനുഷ്യ നിയമങ്ങളോടുള്ള അനുസരണത്തെക്കാൾ ഉയർന്നതാണെന്ന് തിരുവെഴുത്ത് കാണിക്കുന്നത്. അതാണ് അടുത്ത സ്റ്റെപ്പ്. എല്ലാത്തിനെയും അനുസരിക്കണം, പക്ഷേ ദൈവത്തോടുള്ള അനുസരണമാണ് മാനുഷിക നിയമങ്ങളോടുള്ള അനുസരണത്തെക്കാൾ ഉയർന്നതായിരിക്കുന്നത്. ഇനിയുള്ള വാചകം വളരെ പ്രധാനപ്പെട്ടതാണ്, വേണമെങ്കിൽ അണ്ടർലൈൻ ചെയ്യുക. ഞാൻ ബോർഡ് ലെറ്റേഴ്സ് കൊടുത്തിരിക്കുന്നതെങ്കിലും അത്ര ക്ലിയർ അല്ലത്. ദൈവം വിലക്കുന്നത് ഗവൺമെൻറ് കൽപ്പിക്കുമ്പോഴോ ദൈവം കൽപ്പിക്കുന്നത് വിലക്കുമ്പോഴോ എന്ന് വെച്ചാൽ ഗവൺമെൻറ് വിലക്കുമ്പോഴോ മാത്രമേ ഒരു ക്രിസ്ത്യാനിക്ക് ഗവൺമെൻറ്റിനെ അനുസരിക്കാതിരിക്കാൻ അനുവാദമുള്ളൂ. എന്ത് മനസ്സിലായി? ദൈവം വിലക്കുന്ന ഒരു കാര്യം ചെയ്യാൻ വേണ്ടി ഗവൺമെൻറ് പറയുക, തിരിച്ച് ദൈവം കൽപ്പിക്കുന്ന കാര്യം ഗവൺമെൻറ് വിലക്കുന്നു. ഈ രണ്ട് സന്ദർഭങ്ങളിൽ ക്രിസ്ത്യാനികൾ ഗവൺമെൻറ്റിനെ അനുസരിക്കേണ്ട ആവശ്യമില്ല. ഏതെങ്കിലും ഉദാഹരണങ്ങൾ മനസ്സിൽ വരുന്നുണ്ടോ? സോൾജറുടെ കാര്യമുണ്ട്, അതുകൊണ്ട് അത് നല്ലൊരു ഉദാഹരണമാണ്. ബൈബിളിലെ ഏതെങ്കിലും ഉദാഹരണം വരുന്നുണ്ടോ? ആദ്യം ഓരോന്നായിട്ട് 1 by 1. വെയിറ്റ്. ദൈവം വിലക്കുന്നത് ഗവൺമെൻറ് കൽപ്പിക്കുക, അതിൻ്റെ എന്തെങ്കിലും ഉദാഹരണം പഴയ നിയമത്തിലെ ഓർമ്മ വരുന്നുണ്ടോ? ദൈവം വിലക്കുന്നത് രാജാവ് കൽപ്പിച്ചപ്പോൾ ചെയ്യാതിരുന്ന കാര്യം ഓർമ്മ വരുന്നുണ്ടോ? ദാനിയേൽ 3 താഴെ റെഫറൻസ് ഉണ്ട്, താഴെ എഴുതിയിട്ടുണ്ട്. ദാനിയേൽ 3 16 മുതൽ 18 വരെ അല്ലേ? ശദ്രക്, മേശക്, അബേദ്നെഗോ. പിന്നെ ദാനിയേൽ 6 7 മുതൽ 10 വരെ. ദാനിയേൽ തന്നെ പ്രാർത്ഥിക്കരുതെന്ന് പറഞ്ഞപ്പോൾ ദാനിയേൽ പ്രാർത്ഥിക്കുന്നു അല്ലേ? രാജാവിനോടല്ലാതെ ആരോടും പ്രാർത്ഥിക്കരുതെന്ന് പറഞ്ഞപ്പോൾ ദാനിയേൽ പ്രാർത്ഥിക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ സിംഹത്തിൻ്റെ കുഴിയിൽ ഇടുകയാണ്. അപ്പോൾ ദൈവം വിലക്കുന്ന ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുകയില്ല. ദൈവം വിലക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞാൽ വിശ്വാസിക്ക് ചെയ്യാൻ പറ്റുകയില്ല അല്ലേ? നമ്മൾ അടുത്ത കാലത്ത് കണ്ടതാണ്. പക്ഷേ ദുഃഖരെന്ന് പറഞ്ഞിട്ട് നമ്മുടെ സുപ്രീം കോടതി പോലും ആ ജവാനെ സപ്പോർട്ട് ചെയ്തില്ല. സുപ്രീം കോടതിയിൽ നീതി കിട്ടും നമ്മൾ വിചാരിച്ചു. കാരണം ഇന്നത്തെ കോടതിയെക്കുറിച്ചൊന്നും പറയാൻ പാടില്ല, കുറ്റമാണെന്ന് എനിക്കറിയാം. നമുക്ക് ആർക്കൊന്നും മിണ്ടാൻ അവകാശമില്ല. സുപ്രീം കോടതി എന്തെങ്കിലും പറഞ്ഞാൽ അതാണ് ഫൈനൽ. പക്ഷേ നമുക്ക് ദുഃഖമുണ്ട് ആ വിഷയത്തിൽ. നമ്മൾ കുറച്ചുകൂടെ നീതി പ്രതീക്ഷിച്ചതാണ്. അവർക്ക് അവരുടേതായ ന്യായങ്ങളുണ്ട്, അത് പോട്ടെ, അത് നമുക്കറിയാവുന്ന വിഷയമാണ്. അപ്പോൾ ദൈവം വിലക്കുന്ന കാര്യം ചെയ്യാൻ പറഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുകയില്ല. 2, ദൈവം കൽപ്പിക്കുന്നത് വിലക്കുമ്പോൾ അതിനകത്ത് ഉദാഹരണം പറയാൻ കഴിയും. അതിന് പുതിയ നിയമത്തിൽ ഉദാഹരണമുണ്ട്, അല്ലാതെ ധാരാളം ഉദാഹരണങ്ങൾ. അതാണ് പ്രവർത്തന പുസ്തകം 5:29 അല്ലേ? അന്നത്തെ സൻഹദ്രീൻ സംഘം എന്ന് പറഞ്ഞു, യേശുവിൻ്റെ നാമത്തിൽ ഇനി പ്രസംഗിക്കരുത്. അപ്പോൾ പത്രോസ് എന്താണ് പറഞ്ഞത്? അത് വേണമെന്ന് വായിച്ചു. പ്രവർത്തനം 5:29 എന്താണ് പത്രോസിൻ്റെ മറുപടി? പ്രവർത്തനം 5:29 പത്രോസ് പറഞ്ഞ മറുപടിയാണ് ശേഷം അപ്പോസ്തലന്മാരും മനുഷ്യരെക്കാൾ ദൈവത്തെ അനുസരിക്കേണ്ടതാകുന്നു. അപ്പോൾ നിങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ പ്രസംഗിക്കരുതെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക്, അപ്പോൾ അങ്ങനെ ഗവൺമെൻറ് പറഞ്ഞാൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭരണകൂടം പറഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുകയില്ല. കാരണം നമ്മുടെ ആരാധന വിലക്കിയാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഈ റഷ്യയിലും ചൈനയിലും കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിലൊക്കെ അണ്ടർഗ്രൗണ്ട് ചർച്ചസ് ഫോം ചെയ്തത് അങ്ങനെയാണ്. കാരണം ആരാധന അവർ നിരോധിച്ചു, പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ രഹസ്യമായിട്ട് കൂടി വരാൻ തുടങ്ങി. അതിനെയാണ് ഈ അണ്ടർഗ്രൗണ്ട് ചർച്ചസ്. വാക്ക് കേട്ടാൽ ഭൂമിയുടെ അടിയിൽ കൂടി വരുന്ന അർത്ഥമില്ല, രഹസ്യ സങ്കേതങ്ങളാണ് പിന്നെ ഇവർ കൂടി വരുന്നത്. അപ്പോൾ ആരാധന ഒരാൾ വിലക്കി കഴിഞ്ഞാൽ, ഗവൺമെൻറ് വിലക്കിയാൽ നമുക്കത് അനുസരിക്കാൻ പറ്റുകയില്ല. നമ്മൾ ആരാധിക്കരുത് എന്ന് പറയുന്ന എന്തിനെങ്കിലും ആരാധിക്കുവാൻ, ഏതെങ്കിലും വ്യക്തിയെ ആരാധിക്കാൻ പറഞ്ഞാലും നമുക്കത് സ്വീകരിക്കാൻ നിർവാഹമില്ല. ഓക്കെ, അതാണ് ഈ വാക്യത്തിൻ്റെ അർത്ഥം. ദൈവം വിലക്കുന്നത് ഗവൺമെൻറ് കൽപ്പിക്കുമ്പോഴോ ദൈവം കൽപ്പിക്കുന്നത് വിലക്കുമ്പോഴോ എന്ന് വെച്ചാൽ ഗവൺമെൻറ് വിലക്കുമ്പോഴോ മാത്രമേ
ഒരു ക്രിസ്ത്യാനിക്ക് ഗവൺമെൻറ്റിനെ അനുസരിക്കാതിരിക്കാൻ അനുവാദമുള്ളൂ, അല്ലെങ്കിൽ അനുസരിക്കണം. അടുത്ത വാചകം, ദൈവവചനത്തിന് വിരുദ്ധമായി എന്തെങ്കിലും സർക്കാർ കൽപ്പിക്കുമ്പോൾ ദൈവത്തോടുള്ള അനുസരണം ആദ്യം വരും. ദൈവത്തെ അനുസരിച്ചതിന് ശേഷം മാത്രമേ മാനുഷിക നിയമങ്ങളെയും മാനുഷിക വ്യവസ്ഥയെയും അനുസരിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പോൾ ദൈവത്തോടുള്ള അനുസരണമാണ് ഒന്നാമത്തേത്. അതിൻ്റെ ഉദാഹരണങ്ങളൊക്കെ റെഫറൻസ് കൊടുത്തിട്ടുണ്ട്. ദാനിയേൽ 3-ൻ്റേതും ദാനിയേൽ 6, പ്രവൃത്തികൾ 5-29. പിന്നെ നമ്മുടെ അനുദിന ജീവിതത്തിലുള്ള പല ഉദാഹരണങ്ങളും നമുക്കറിയാം. ഓക്കെ, ഇനി 5-ാമത്തെ ചോദ്യം അല്പം വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. ആ വാക്യം അതുപോലെ ഉദ്ധരിച്ചേക്കാണ്. 8-ാമത്തെ വാക്യം, അതിൻ്റെ അർത്ഥം ശരിക്കും മനസ്സിലാക്കണം. അന്യോന്യം സ്നേഹിക്കുന്നതല്ലാതെ ആരോടും ഒന്നും കടംപെട്ടിരിക്കരുത്. അന്യനെ സ്നേഹിക്കുന്നവൻ ന്യായപ്രമാണം നിവർത്തിച്ചിരിക്കുന്നുവല്ലോ. എന്താണ് ഈ വാക്യത്തിൻ്റെ അർത്ഥം? 2 ഭാഗമുണ്ട് ഒരു വാക്യത്തിന് തന്നെ. അത് 1 by 1 ആയിട്ട് നമുക്ക് ചിന്തിക്കാം. ഒന്നാമത്തെ ഭാഗത്തിൻ്റെ അർത്ഥം എന്താണ്? അന്യോന്യം സ്നേഹിക്കുന്നതല്ലാതെ ആരോടും ഒന്നും കടംപെട്ടിരിക്കരുത്. എന്താണ് എൻ്റെ അർത്ഥം? ഉത്തരം എഴുതിയിട്ടുണ്ട്. വിശ്വാസികൾ സാമ്പത്തികമോ ധാർമ്മികമോ ആയ ഉത്തരവാദിത്വത്തിൻ്റെ ഒരു കടവും വീട്ടാതിരിക്കരുതെന്ന് പൗലോസ് പഠിപ്പിക്കുന്നു. എന്താണ് എൻ്റെ അർത്ഥം? ഈ വാക്യം അല്പം ആശയക്കുഴപ്പമുണ്ടാക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വിശ്വാസികളൊക്കെ ലോൺ എടുക്കുന്നത് ശരിയാണോ? ബാങ്കിൽ പോയി നമ്മളൊക്കെ കാറിനും സ്കൂട്ടറിനും വീടിനും ഒക്കെ ലോൺ എടുത്തിട്ടുള്ളവരല്ലേ? അല്ലാത്തവരാരെങ്കിലും ഉണ്ടോ എന്ന് സംശയമാണ്. അത് ശരിയാണോ? കടംപെട്ടിരിക്കുക എന്ന് വെച്ചാൽ അർത്ഥം എന്താണ്? അതിൻ്റെ അർത്ഥം ബാങ്കിലൊന്നും ചെന്ന് ലോൺ എടുക്കരുതെന്നല്ല. പക്ഷേ അതുകൊണ്ട് എഴുതിയിട്ടുണ്ട് ഇവിടെ, അത് വീട്ടാതിരിക്കരുത് അല്ലേ? പക്ഷെ ഇവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ഞാൻ ഈ ടീച്ചിങ് മിനിസ്ട്രി പോലെ തന്നെ മറ്റൊരു ഹെൽപ്പിംഗ് മിനിസ്ട്രി കൂടെ ചെയ്യുന്നുണ്ട്. എനിക്കൊണ്ട് അറിയാം. അനേക വിശ്വാസികളും ചില സുവിശേഷന്മാരും ഈ വിഷയത്തിൽ പല തെറ്റുകളും ചെയ്തിട്ടുണ്ട്. എന്താണ്? ഇപ്പം ബാങ്കിലൊക്കെ ചെന്ന് ലോൺ എടുക്കുന്നതിൻ്റെ കുഴപ്പമില്ല. പക്ഷേ പലരും ചെയ്യുന്നത് ബാങ്കിൽ നിന്നല്ല ലോൺ എടുക്കും. പിന്നീട് ഒന്ന് പറഞ്ഞേ, വ്യക്തികളിൽ നിന്ന്. ആ വ്യക്തികൾക്കൊരു പേരുണ്ടല്ലോ, ബ്ലേഡ് എന്ന് പറഞ്ഞാൽ അറിയാം അല്ലേ? ഞാൻ അങ്ങനെ പലരെയും സഹായിച്ചിട്ടുള്ള ആളാണ്. ചിലപ്പോൾ ഒരിക്കൽ ഒരു സഹോദരൻ പറഞ്ഞത് ഒരു ഉദാഹരണം നടന്ന സംഭവമാണ്. ഒരു സഹോദരൻ എന്നോട് വിളിച്ച് പറഞ്ഞു, ഞാൻ ഒരു ലോൺ എടുത്തിട്ടുണ്ട്, 25,000 രൂപയുടെ ലോണാണ്. ഓക്കെ, അത് വലിയ കുഴപ്പമില്ല, 25,000 രൂപ വലിയ എമൗണ്ട് അല്ലല്ലോ. പക്ഷെ മാസം 5,000 രൂപ എനിക്ക് പലിശ അടയ്ക്കണം. പിന്നെ നിങ്ങളൊന്ന് കണക്കൂട്ടി നോക്കണം. മാസം ഈ 25,000 എടുത്ത ആൾ പറഞ്ഞതാണ് മാസം 5,000 രൂപ പലിശ എഴുതണം. നമ്മൾ സാധാരണ ഈ പലിശ എന്നൊക്കെ കേൾക്കുമ്പോൾ ഒരു ശതമാന കണക്ക് പറയാറില്ലേ? ഇത്ര ശതമാനം. ബാങ്കിലൊക്കെ ഒരു കണക്കുണ്ട്, 10%, 13%, 15%. ഇതിൻ്റെ ശതമാനം ആർക്കെങ്കിലും അറിയാമോ? 25,000 രൂപ ലോൺ എടുത്തിട്ട് മാസം 5,000 രൂപ ഇദ്ദേഹം പല പ്രാവശ്യം അടച്ചു കഴിഞ്ഞു. മുതലവിടെ നിൽക്കുക. ഒരു വ്യക്തിയുടെ നിന്ന് വാങ്ങിച്ചതാണ്. ഞാൻ കേട്ട് ഞെട്ടിപ്പോയി. പലരും എന്നോട് കടത്തിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇത് ആദ്യമായിട്ട് ഇങ്ങനൊരു സംഭവം ഞാൻ കേൾക്കുന്നത്. പിന്നെ ഉടൻ തന്നെ ഞാൻ പൈസ കൊടുത്ത് മൊത്തം അടപ്പിച്ചത് വേറെ വിഷയം. ഇത് കണക്കൂട്ട് നോക്കണം. 240%. അങ്ങനെ കേട്ടിട്ടുണ്ടോ? ശതമാനം 100 വരെ ഉള്ളൂ. 240% പറഞ്ഞാൽ. എന്നാൽ പാവത്തിന് വലിയ വിദ്യാഭ്യാസം ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറാണ്. അദ്ദേഹത്തിന് അറിയത്തില്ല. ചെന്ന് ആരോടോ കടം തരാമെന്ന് പറഞ്ഞു, കടം കൊടുത്തു. ഇത്ര അടയ്ക്കാനും പറഞ്ഞു. ഇത് ഇദ്ദേഹത്തിന് ആയുസ് നടത്തി തീർക്കാൻ കഴിയത്തില്ല. മാസം 5,000 രൂപ ഇൻട്രസ്റ്റ്. ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള പല ബുദ്ധിമോശം പല വിശ്വാസികളും ചെയ്യുന്നുണ്ട്, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ചില സുവിശേഷന്മാർ പോലും മിനിസ്ട്രിക്ക് പൈസ അല്ലെങ്കിൽ ബ്ലേഡിൽ നിന്ന് പോയി പൈസ എടുക്കുക. എന്നിട്ട് അവരുടെ വിശ്വാസത്താൽ എടുത്താൽ ന്യായീകരണം. അതിനോടൊന്നും എനിക്ക് യോജിപ്പില്ല. നിങ്ങളതിനെ ന്യായീകരിക്കുന്നുണ്ടായിരിക്കാം. പക്ഷേ ഞാൻ ചുമ്മാ ജനറലായിട്ട് പറഞ്ഞത്, നിങ്ങളാരും ഉദ്ദേശിച്ചില്ല കേട്ടോ. നമ്മൾ ഇങ്ങനെയുള്ള ഈ പണത്തിന് സാമ്പത്തിക വിഷയങ്ങളിൽ വാസ്തവത്തിൽ നമ്മുടെ സഭകളിലൊക്കെ ഞായറാഴ്ച അതും കൂടെ പ്രസംഗിക്കണമെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. മറ്റുള്ള കാര്യം മാത്രം പറഞ്ഞാൽ പോലെ എങ്ങനെ ജീവിക്കണമെന്ന് ഇന്ന് പല വിശ്വാസികൾക്കും അറിയത്തില്ല. പിന്നെ സുവിശേഷന്മാർക്കും അറിയത്തില്ല. പൗലോസ് പറഞ്ഞല്ലോ, സ്നേഹത്തിനല്ലാതെ ഒന്നിനും കടംപെട്ടി എന്ന് പറഞ്ഞാൽ ലോണൊക്കെ എടുക്കാം, ഒരു പ്രശ്നവുമില്ല. അതിന് പക്ഷേ നമ്മൾ ലോൺ എടുക്കുമ്പോൾ 1 2 3 വട്ടം ചിന്തിക്കുന്നത് ഇതെങ്ങനെ തിരിച്ചടയ്ക്കും. ഉദ്യോഗസ്ഥന്മാർക്ക് ലോൺ എടുക്കാം. എൻ്റെ വൈഫ് ബാങ്കിൽ SBIയിൽ സ്റ്റാഫായിരുന്നു, 2 വർഷം റിട്ടയർ ചെയ്ത്. ലോൺ എടുത്ത് ഞങ്ങൾ വീട് വെച്ചതും കാറ് വാങ്ങിച്ചതും എല്ലാം. പക്ഷെ കുഴപ്പമില്ല, അവരുടെ ശമ്പളം ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ബാങ്ക് കട്ട് ചെയ്തോളും. അത് വലിയ പലിശയില്ല. ബാങ്കിലെ ലോൺ ബാങ്കിലെ സ്റ്റാഫ് എടുക്കുന്നു. അതൊന്നും തെറ്റൊന്നുമില്ല. അത് നമ്മൾ ചിന്തിക്കണം, നമുക്ക് തിരിച്ചടയ്ക്കാൻ പറ്റുമോ ഇല്ല എന്നുള്ളത്. അല്ലാതെ പലപ്പോഴും വലിയ എമൗണ്ടൊക്കെ ലോൺ എടുക്കും. എനിക്കെന്നെ അറിയാം. എൻ്റെ ഈ കാറ് എടുക്കുന്ന സമയത്ത് അന്ന് വൈഫ് ബാങ്ക് ജോലിയാണ്. അപ്പം എത്ര രൂപ ലോൺ കിട്ടുമെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, എത്ര വേണമെങ്കിലും തരാമെന്നാണ് പറഞ്ഞത്.
ബാങ്കിലെ സ്റ്റാഫല്ലേ, ലിമിറ്റ് ഒന്നുമില്ല, എത്ര വേണമെങ്കിലും തരാമെന്ന് പറഞ്ഞത്. നിങ്ങൾ BMW എടുത്താലും തരാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അങ്ങനെ വേണ്ട, എനിക്കൊരു സ്വിഫ്റ്റ് കാറിൻ്റെ ലോൺ മതി, നമുക്കത് മതി, അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. അത് തന്നെ 4-5 വർഷം കൊണ്ട് അടച്ചു തീർത്തത്. ഞാൻ പറയുന്നത് ബാങ്കുകാർ നമ്മളെ ട്രാപ്പിലാക്കാൻ വേണ്ടി ഇങ്ങനെയും പറയും. ഞാൻ ബാങ്കുകാർക്കെതിരെ കൂടെ പറയുകയാണ്. ബാങ്കുകാർക്ക് നഷ്ടമൊന്നുമില്ല, നമ്മളെ കൊണ്ട് എത്ര വേണേൽ ലോൺ ലഭിക്കും, പിന്നെ അടയ്ക്കേണ്ടത് നമ്മളാണ്. അത് നിവൃത്തിയില്ലാതെ വന്ന് പലരും ഇങ്ങനെ കടം കയറി ഒത്തിരി ബുദ്ധിമുട്ടുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ പ്രായോഗികമായ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് ആ സ്നേഹത്തിനല്ല ഒന്നും കടംപെട്ടിരിക്കുന്ന പറഞ്ഞാൽ ലോണൊക്കെ എടുക്കാൻ കുഴപ്പമില്ല, പക്ഷേ അതെങ്ങനെ തിരിച്ചടയ്ക്കും, ലോൺ റീപേ ചെയ്യേണ്ട ആ ദിവസം അടയ്ക്കാൻ നമുക്ക് ത്രാണിയുണ്ടോ? അപ്പോൾ ഇന്നത്തെ വേറൊരു ട്രെൻഡാണ്, എല്ലാവർക്കും ക്രെഡിറ്റ് കാർഡുണ്ട്. ആർക്കെങ്കിലും ക്രെഡിറ്റ് കാർഡ് ഉള്ളവരുണ്ടോ? ഉണ്ടല്ലേ, അത് സൂക്ഷിക്കണം. ഇന്നും ഒരു സുവിശേഷനെ വിളിച്ചിട്ടിരിക്കുക, ക്രെഡിറ്റ് കാർഡിൻ്റെ ഡേറ്റായി 40,000 രൂപ അടയ്ക്കുമെന്ന് പറഞ്ഞു. ഞാൻ പിന്നെ അന്വേഷിച്ചു ഒരു ക്രെഡിറ്റ് കാർഡ് കിട്ടി, അതിനകത്തുനിന്ന് ഇങ്ങനെ ഓരോ സാധനങ്ങളെയും വായിച്ചുകൊണ്ടിരിക്കുകയാണ്. സുഖമല്ലേ ക്രെഡിറ്റ് കാർഡ് വായിക്കുന്നത്. പക്ഷെ അവസാനം ബാങ്ക് ഒരു പിടിയങ്ങ് പിടിക്കും, അപ്പോഴാണ് വിഷമിക്കുന്നത്. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ വില നിർത്തുന്ന ക്രെഡിറ്റ് കാർഡ് എടുക്കരുതെന്ന് ഞാൻ പറയും. ഞാൻ എടുത്തിട്ടില്ല, എൻ്റെ വൈഫ് ബാങ്കിലായിട്ട് പോലും എടുത്തിട്ടില്ല. ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഒത്തിരി ട്രാപ്പുകളുണ്ട് ഈ സാമ്പത്തിക രംഗത്ത്, അത് നമ്മൾ അവെയർ ആയിരിക്കണം. പണ്ടുള്ള ആൾക്കാർ പറയും കടമില്ലാതിരിക്കുന്നതാണ് ഏറ്റവും വലിയ ധനമെന്ന്. ഇന്ന് ആ ഫിലോസഫി എന്ന് പറഞ്ഞാൽ ഏകത്തില്ല കേട്ടോ. അന്നത്തെ മോഡേൺ ജനറേഷൻ അതൊന്നും വിശ്വസിക്കുന്നില്ല. അതൊക്കെ കേട്ടാണ് ഞങ്ങളൊക്കെ വളർന്നത്. കടമില്ലാതിരിക്കുന്നതാണ് ഏറ്റവും വലിയ ധനം. കടമില്ലെങ്കിൽ നമുക്ക് സുഖമായിട്ടൊന്നും ഉറങ്ങാമല്ലേ, അവിടെ കഴിയുന്നതും. അതുകൊണ്ട് പൗലോസിന് ബൈബിളിലെ വാക്യമാണ്, സ്നേഹത്തിനില്ല ഒന്നും കടപ്പെട്ടിരിക്കുന്നു പറഞ്ഞാൽ. ഞാൻ ഒന്നുകൂടെ വായിക്കാൻ വാചകം നോട്ട്സിലേത്, വിശ്വാസികൾ സാമ്പത്തികം, ഞാൻ സാമ്പത്തികം മാത്രമേ പറഞ്ഞു, പിന്നെ ധാർമ്മികത്തിലേക്ക് വരാം. സാമ്പത്തികമോ ധാർമ്മികമായ ഉത്തരവാദിത്വത്തിൻ്റെ ഒരു കടവും വീട്ടാതിരിക്കരുത്, അതാണ് കാര്യം എന്ന് പൗലോസ് പഠിപ്പിക്കുന്നു. വീട്ടേണ്ട ദിവസം വീട്ടാൻ നമ്മുടെ കയ്യിൽ കാശ് വേണം, അല്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ടിൽ കാശ് വേണം, ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, അതാണ് ഉദ്ദേശിക്കുന്നത്. അല്ല കടം എടുക്കരുതെന്നല്ല, പക്ഷെ എടുത്താൽ വീട്ടാൻ കഴിയണം. ഇനി എന്താണ് ഈ ധാർമ്മികമായ കടം? ഇവിടെ കടം എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കടപ്പാടും കൂടെ ചേർത്താണ്. അവർ ഡ്യൂട്ടി, കടമയാണ്. പൈസയുടെ കാര്യത്തിൽ നമ്മൾ കടം എന്നുള്ള വാക്ക് ഉപയോഗിക്കും, എന്നാൽ ഇവിടെ കടപ്പാടിനെ ഉദ്ദേശിച്ചാണ്. അത് രണ്ടും പറയുന്നത്. ധാർമ്മികമായ എന്താ ഈ ധാർമ്മികമായ കടപ്പാടിലെ കടം എന്ന് പറഞ്ഞാൽ? നമുക്കെല്ലാം ധാർമ്മികമായ ചില ഉത്തരവാദിത്തങ്ങളുണ്ട്, ഉണ്ടോ? മാതാപിതാക്കൾക്ക് മക്കളോടുള്ള ബന്ധത്തിൽ എന്താണ് ഉത്തരവാദിത്തം ഉള്ളത്? ധാർമ്മികമായ, അല്ലെ സാമ്പത്തികം തന്നെ എടുത്തു, ഇപ്പോൾ സാമ്പത്തികം പറഞ്ഞുകൊണ്ട് സാമ്പത്തികമായ എന്തെങ്കിലും ഉത്തരവാദിത്തം ഉണ്ടോ മാതാപിതാക്കൾക്ക് മക്കളോടുള്ള ബന്ധത്തിൽ? ഒന്നുമില്ലേ? ഉണ്ട്, നമുക്കെല്ലാം അറിയാം. വാക്യങ്ങൾ വേണേൽ കുറിച്ചോ, എഴുതിയിട്ടില്ല. 2 കൊരിന്ത്യർ 12:14 കുറിച്ചൊക്കെ ഒന്ന് വായിച്ചാൽ കൊള്ളാം. മാതാപിതാക്കളുടെ ഉത്തരവാദിത്വം 2 കൊരിന്ത്യർ 12:14. ആരെങ്കിലും കുറച്ച് വായിച്ചോ? എടുത്തങ്ങനെ. ആ ഇനിയുള്ള ശ്രദ്ധിക്കണം. വായിച്ചു. ചരിതിക്കേണ്ടത്. അപ്പോൾ എന്താണ് കടപ്പാട്? മതി അതിൻ്റെ അർത്ഥം മനസ്സിലായല്ലോ. എന്താണ് അതിൻ്റെ അർത്ഥം? മനസ്സിലായില്ലേ? മക്കൾ അമ്മയപ്പന്മാർക്കല്ല, അമ്മയപ്പന്മാർ മക്കൾക്കായിട്ടല്ലോ. പഴയ വാക്കാ, ശേഖരിച്ചു വെക്കേണ്ടത്, സേവ് ചെയ്യേണ്ടത്, അല്ലെ ഏൺ ചെയ്യേണ്ടത്. ഉത്തരവാദിത്വം ഉണ്ട്, മാതാപിതാക്കൾക്ക് ഉത്തരവാദിത്വമുണ്ട്, അത് നമ്മളൊക്കെ ചെയ്യുന്നവരാണ്. ബൈബിൾ കൽപ്പനയുണ്ട്. അതും മാതാപിതാക്കൾക്ക് മക്കളോടുള്ള ഉത്തരവാദിത്വം, അതൊക്കെ നമ്മൾ ചെയ്യണം. അത് നമ്മൾ പറഞ്ഞില്ലെങ്കിലും നമ്മളെല്ലാം ചെയ്യും, ആ വിശ്വാസം പോലെ ചെയ്യുന്നുണ്ട്. അതിനുവേണ്ടിയും കടമെടുക്കുമല്ലേ? മക്കളെ പഠിപ്പിക്കാൻ വേണ്ടിയും അവരുടെ കല്യാണം നടത്താൻ വേണ്ടിയൊക്കെ വലിയ ഭാരിച്ച കടം എടുക്കുന്നവരുണ്ട്. ഓക്കെ, അവിടെയൊക്കെ ഈ കടമെടുപ്പ് സൂക്ഷിക്കണം. അതിനുവേണ്ടി ഞാൻ അത്രയും അത് കൂടുതലായിട്ട് പറഞ്ഞത്. നമുക്ക് ഉത്തരവാദിത്വമുണ്ട്, നമുക്കുള്ള കാശ് കൊണ്ട് അത് മാനേജ് ചെയ്യാൻ പഠിക്കണം. ഇനി തിരിച്ച് മക്കൾക്ക് എന്തെങ്കിലും ഉത്തരവാദിത്വമുണ്ടോ മാതാപിതാക്കളോട്? അതാണ് ഇന്ന് കൂടുതൽ പറയേണ്ടിയിരിക്കുന്നത്, അല്ലേ? ഉണ്ടോ? എന്തെങ്കിലും വാക്യം ഓർമ്മ വരുന്നുണ്ടോ? എഫേസ്യർ 6:1 അത് വാസ്തവത്തിലെ പഴയത്തിലെ കൽപ്പനയാണ്. പുറപ്പാട് 20:12 5-ാമത്തെ കൽപ്പനയാണ്. എൻ്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക. അത് പുതിയ നിയമത്തിൽ ഉദ്ധരിച്ചിട്ട് അത് പൗലോസ് വിശദീകരിക്കുന്നുണ്ട്. ഇത് വാഗ്ദത്വത്തോടു കൂടിയ ആദ്യ കൽപ്പനയാകുന്നു. അപ്പനെയും അമ്മയും ബഹുമാനിക്കണം, അത് അനുസരിക്കണം. പിന്നെ വിശദീകരിക്കണം, അനുസരിക്കണം എന്നുള്ളത് വാഗ്ദത്വത്തോടു കൂടിയ ആദ്യ കൽപ്പനയാണ്. നിങ്ങളുടെ റെഫറൻസിനെ കുറിച്ചോ പുറപ്പാട് 20:12 ഈ ധാർമ്മികം എന്നുള്ളതിൻ്റെ വിശദീകരണമാണ്. ധാർമ്മികമായ കടപ്പാട് പുറപ്പാട് 20:12, എഫേസ്യർ 6:1 മുതൽ 3 വരെ. എഫേസ്യർ 6:1 മുതൽ 3 വരെ. പിന്നെ 1 തിമോഥെയോസ് 5:1
1 തിമോഥെയോസ് 5:4-8. 1 തിമോഥെയോസ് 5:4-8. ഇവിടെ എല്ലാം ഇത് പറയുന്നുണ്ട്. മക്കൾ മാതാപിതാക്കളെ ഇതൊക്കെ സംരക്ഷിക്കണം, അവർക്ക് പ്രത്യുപകാരം ചെയ്യണം, അല്ലേ? ആ വാക്ക് ഉപയോഗിച്ചത് അതെല്ലാം ചെയ്യണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ മാതാപിതാക്കൾക്ക് മക്കളോട് കടപ്പാടുണ്ട്, ധാർമ്മികമായ ഉത്തരവാദിത്വമുണ്ട്, അതവർ ചെയ്യും. എന്നാൽ തിരിച്ചു ചെയ്യുന്നതിൽ പലപ്പോഴും വീഴ്ച സംഭവിക്കുന്നു, അല്ലേ? നമ്മുടെ വിശ്വാസ സമൂഹത്തിൽ അല്ലാതെയുണ്ട്. ഞാൻ പേര് പറഞ്ഞത് റെയ്മണ്ട്സിൻ്റെ സ്ഥാപകൻ, അതിൻ്റെ പേര് ജസ്റ്റ് അങ്ങ് വിട്ടുപോയി, ഞാൻ നോക്കിയിട്ട് പറയാം. റെയ്മണ്ട്സിൻ്റെ സ്ഥാപകൻ, അദ്ദേഹം വലിയ കോടീശ്വരനാണ്. റെയ്മണ്ട്സ് സ്യൂട്ട്സ് അറിയാമല്ലോ. 2 ആൺമക്കളാണ്. അദ്ദേഹം ഒരു 80 വയസ്സൊക്കെ കഴിഞ്ഞപ്പം ഇഷ്ടംപോലെ കാശുണ്ട്. അപ്പം പുള്ളി അല്പം നല്ല മനുഷ്യനായിട്ട് വിചാരിച്ച് പുള്ളി മരിക്കുന്നതിന് മുമ്പ് ഇതെല്ലാം വീതിച്ചങ്ങ് മക്കൾക്ക് കൊടുത്തേക്കാം. 2 ആൺമക്കളെ മൊത്തം ഏൽപ്പിച്ചു. ഒന്നും പുള്ളിക്ക് വെച്ചില്ല, എല്ലാം അവരെ അങ്ങ് ഏൽപ്പിച്ച് കഴിഞ്ഞു. 1-2 വർഷം കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചെന്നറിയാമോ? ഈ മക്കൾ അദ്ദേഹത്തെ ആ സ്വന്തം വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. ഇന്ന് പുള്ളി ഒരു അനാഥാലയം പോലെ സ്ഥാപനത്തിൽ കഴിയുക. നോക്കണം, ഇത്രയും വലിയ ലോകത്തെ വലിയ കോടീശ്വരൻ, ഇന്ത്യയിലെ 1 ഓഫ് ദി മില്യനേഴ്സ്. മൂന്നാമത്തെ ആളായിരുന്നു. ഇപ്പം മാറിക്കാണും സ്ഥാനം. അദാനി അംബാനിയൊക്കെ വന്നതുകൊണ്ട് പുള്ളിയെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. ഒന്ന് ആലോചിച്ച് നോക്കുക, ഇത്രയും വലിയ കോടീശ്വരനായിട്ട് മക്കൾ അതെല്ലാം സ്വന്തമാക്കി. പുള്ളിക്ക് വലിയ ആരോഗ്യ പ്രശ്നമില്ല, പുള്ളി അങ്ങനെ കഴിഞ്ഞു പോകുന്നു. അപ്പോൾ പുള്ളിയുടെ ഒരു ഇൻ്റർവ്യൂ ഒക്കെ ഉണ്ടായിരുന്നു. ഇന്ന് അതുകൊണ്ടാണ് ഈ മാതാപിതാക്കളൊന്നും അവർ ജീവിച്ചിരിക്കുന്ന കാലത്ത് മൊത്തം എഴുതി കൊടുക്കാത്തില്ല. അങ്ങനെ ആരും ചെയ്യരുത് കേട്ടോ. അവിടെ മരണശേഷം വിൽപ്പത്രമൊക്കെ എഴുതുമ്പോൾ സൂക്ഷിച്ച് വേണം. കാരണം മക്കളെ ഒന്നും വിശ്വസിക്കാൻ പറ്റത്തില്ല, വിശ്വാസത്തിലാണെങ്കിൽ പോലും. അതുകൊണ്ട് പിന്നെ നിവൃത്തിയില്ലാതെ വരുമ്പോൾ ചിലപ്പോൾ അവരെ ഓൾഡ് ഏജ് ഹോമിൽ കൊണ്ടാക്കും. അതെല്ലാം പാപമാണെന്ന് ഞാൻ പറയത്തില്ല. അങ്ങനത്തെ അതുപോലത്തെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ഈ എങ്ങനെങ്കിലും ഏതെങ്കിലും ഓൾഡ് ഏജ് ഹോമിലല്ല, അവർക്ക് മാന്യമായി ജീവിക്കാവുന്ന പാട്ടും പ്രാർത്ഥനയുള്ള ഓൾഡ് ഏജ് ഹോമിലൊക്കെ ഉണ്ട്, അവിടെ കൊണ്ടാക്കണം. ഇവിടുത്തെ വലിയ ഉത്തരവാദിത്വം, ധാർമ്മികമായ ഉത്തരവാദിത്വം, അത് മക്കൾക്കുണ്ട്, മാതാപിതാക്കൾക്കുണ്ട്, അതിൽ കൂടുതൽ മക്കൾക്കുമുണ്ട്. പക്ഷെ പലപ്പോഴും ഈ മക്കൾ തിരിച്ചു ചെയ്യുന്നതിൽ പരാജയപ്പെടുന്നു. അതെല്ലാം ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ സ്നേഹത്തിൻ്റെ, അതുകൊണ്ടാണ് ഈ സ്നേഹത്തിൻ്റെ കടം ഒരിക്കലും തീരുകയില്ല എന്ന് പറയുന്നത്. മറ്റുള്ള കടങ്ങളൊക്കെ തീരും, പക്ഷേ ഇതൊക്കെ സ്നേഹത്തിൽപ്പെട്ടതാണ്. ഓക്കെ, ഞാൻ പെട്ടെന്ന് പോട്ടെ. നോട്ട്സ് എപ്പോഴും തുടരേണ്ട, 3-ാം പേജിൻ്റെ 2-ാമത്തെ ലൈനാണ്. എപ്പോഴും തുടരേണ്ട ഒരേ ഒരു കടം മറ്റുള്ളവരെ സ്നേഹിക്കുക എന്ന കടമയാണ്. ഇവിടെ കടം എന്നുള്ളത് കടമയായിട്ടാണ് പറയുന്നത്, കടമയാണ്. എന്തുകൊണ്ടെന്നാൽ സ്നേഹം ഒരിക്കലും പൂർണ്ണമായി പൂർത്തിയാകുന്നില്ല, അല്ലേ? സ്നേഹിച്ചങ്ങ് തീരുകയില്ല. സ്നേഹം ഒരു ഓൺഗോയിങ് പ്രോസസ്സാണ്, വെള്ളം പോലെയാണ്, ഒഴുകിക്കൊണ്ടിരിക്കുക. ഒരു ദിവസം സ്നേഹിച്ചോ, ഓക്കെ, അങ്ങനല്ല. അത് ദൈവത്തോടുള്ള സ്നേഹമാണെങ്കിലും മനുഷ്യരോടുള്ള സ്നേഹമാണെങ്കിലും. അതുകൊണ്ടാണ് ആ കടം മാത്രം എന്നും നിൽക്കും. മറ്റുള്ള കടങ്ങളൊക്കെ, സാമ്പത്തിക കടമൊക്കെ നമുക്ക് പൈസ കൊടുത്ത് അത് പൂർത്തീകരിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ വീട്ടാൻ സാധിക്കും. അടുത്ത വാചകം, ദൈവം നൽകുന്ന എല്ലാ കൽപ്പനകളെയും സ്നേഹമാണ് പ്രചോദിപ്പിക്കുന്നത്, അല്ലെങ്കിൽ മോട്ടിവേറ്റ് ചെയ്യുന്നത്, ഉത്സാഹിപ്പിക്കുന്നത്. 2 Corinthians 5:14 വേണേൽ കുറിക്കുക. അവിടെ പൗലോസ് പറയുന്നു, ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. 2 Corinthians 5:14, ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. അപ്പോൾ സ്നേഹത്തിൽ നിന്നായിരിക്കണം ഇതെല്ലാം വരേണ്ടത്. 2 Corinthians 5:14, നാം മറ്റുള്ളവരെ ആത്മാർത്ഥമായി സ്നേഹിക്കുമ്പോൾ നാം സ്വയമേവ ദൈവത്തിൻ്റെ ധാർമ്മിക നിയമം നിറവേറ്റുന്നു. ഈ സ്നേഹത്തിൻ്റെ കടം എങ്ങനെയാണ് വീട്ടുന്നത്? മറ്റുള്ളവരെ സ്നേഹിച്ച് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി അങ്ങനെയാണ് ഇത് വീട്ടേണ്ടത്. റോമർ 13:8 അതുണ്ട്. പിന്നെ 1 Corinthians 16:14 നാം വായിക്കുന്നു, നിങ്ങൾ ചെയ്യുന്നതെല്ലാം സ്നേഹത്തിൽ ചെയ്യുവീൻ. വളരെ നല്ലൊരു വാക്യമാണ്. നിങ്ങൾ ചെയ്യുന്നതെല്ലാം സ്നേഹത്തിൽ ചെയ്യുവീൻ. ഉദാഹരണങ്ങളൊക്കെ പലതുണ്ട്. ഞാൻ ഒരു സംഭവം, സമയം പോകുന്നു എങ്കിലും ഒരു സംഭവം പെട്ടെന്ന് പറയാം. ഈ നമ്മൾ ചെയ്യുന്നതൊക്കെ സ്നേഹത്തിലാണോ ചെയ്യുന്നത്? നമുക്കൊരു ഡ്യൂട്ടി, ഒരു കടമ എന്ന നിലയിൽ നമുക്ക് ചെയ്യാം, സ്നേഹത്തിലും ചെയ്യാം. ഇതൊരു ചരിത്ര സംഭവമാണ്. ഞാൻ ഈ കഥ പറയുമ്പോൾ കഥയെന്ന് പറയും, ചരിത്രം പറയുമ്പോൾ ചരിത്രം. ഇത് നമ്മുടെ ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം ജീവിച്ചിരുന്ന കാലത്ത് 2014 മാരാമൻ കൺവെൻഷന് അദ്ദേഹം പറഞ്ഞ ഒരു സംഭവമാണ്. അന്ന് മനോരമയൊക്കെ അടിച്ചു വന്നു. അത് പിന്നെയും പലരും ഉദ്ധരിക്കാറുണ്ട്, ഞാനത് മറക്കാറില്ല. അദ്ദേഹം പറഞ്ഞൊരു സംഭവം ഞാൻ ചുരുക്കി പറയാം. ആ സമയത്ത് മർത്തോമാ സഭയിലെ ഒരു യങ് ഡോക്ടർ, ഒരു യുവ ഡോക്ടർ, തനിക്ക് 32 വയസ്സേ ഉള്ളൂ. താൻ വീട്ടിലെ ഏറ്റവും ഇളയ മകനാണ്. ആ മാതാവിന്, തൻ്റെ സ്വന്തം മാതാവിന് ആ സമയത്ത് 70 or 72 വയസ്സുണ്ട്. അപ്പോൾ മാതാവിൻ്റെ കിഡ്നി ഫെയിലായിപ്പോയി.
തൻ്റെ കിഡ്നി തകരാറിലായി, കിഡ്നി ട്രാൻസ്പ്ലാന്റേഷനുള്ള വേറെ മാർഗ്ഗമില്ലെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു. അപ്പോൾ നമുക്കറിയാമല്ലോ, ഈ കിഡ്നി എന്ന് പറയുന്നത് എല്ലാവരുടെയും കിഡ്നി എല്ലാവർക്കും മാച്ച് ആകത്തില്ല. അങ്ങനെ പലതും നോക്കിയപ്പോൾ ഈ മകൻ്റെ മാച്ച് ആകുന്നുണ്ട്. അപ്പോൾ ഈ യുവ ഡോക്ടർ തൻ്റെ ഒരു കിഡ്നി അമ്മയ്ക്ക് ദാനം ചെയ്തു. അപ്പോൾ ഈ സംഭവം വന്ന് ആരോ ഈ തിരുമേനിയോട് പറഞ്ഞു, ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ട് എൻ്റെ സ്ഥലത്ത്. അപ്പോൾ തനിക്ക് മിക്കവാറും സ്ഥലങ്ങളും ആളുകളൊക്കെ അറിയാം. അതെനിക്ക് വലിയ സന്തോഷം തോന്നി. ഒരു യുവ ഡോക്ടർ നല്ലൊരു മാതൃകയാണല്ലോ കാണിച്ചത്. ഇദ്ദേഹത്തെ ഒന്ന് കാണാമെന്ന് പറഞ്ഞ് കാണാൻ വേണ്ടി, അപ്പോഴേക്കും രണ്ടുപേരും ചികിത്സയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നു. ഈ ഡോക്ടറെ മകനെ കാണാൻ വേണ്ടി, മകൻ വേറൊരു വീട്ടിലാണ് താമസിക്കുന്നത്, പോയി. അവിടെ ചെന്നപ്പോൾ നമുക്ക് ക്രിസോസ്റ്റത്തിൻ്റെ രീതികളൊക്കെ അറിയാമല്ലോ. പലപ്പോഴും ആളുകളുടെ മുഖത്ത് നോക്കി മുഖത്തടിച്ചോലൊക്കെ പറയും. കയറി ചെന്ന് ഈ ഡോക്ടറെ കണ്ട് പറഞ്ഞു, ആദ്യം പറഞ്ഞ വാചകതാണ്, എടാ ഞാൻ വിചാരിച്ചു, എനിക്ക് എടാന്ന് എല്ലാവരെയും വിളിക്കാം, അന്ന് 95-96 വയസ്സുണ്ട്. എടാ ഞാൻ വിചാരിച്ചു നീ ഒരു ഡോക്ടറല്ലേ, നിനക്കല്പം ബുദ്ധി ഉണ്ടെന്നാണ് ഞാൻ വിചാരിച്ചത്. ഇപ്പം എനിക്ക് മനസ്സിലായി നിനക്ക് ബുദ്ധിയില്ല. നമ്മളാരെങ്കിലും ഒരു വീട്ടിൽ ചെന്ന് ആരെങ്കിലും മുഖത്ത് നോക്കി ഇങ്ങനെ പറയുന്നു, നമുക്ക് ഉള്ളിൽ അങ്ങനെ ഉണ്ടെങ്കിൽ പോലും പറയത്തില്ലല്ലേ. അപ്പോൾ ഈ ഡോക്ടർ ചോദിച്ചു, തിരുമേനി എന്താണ് അങ്ങനെ പറയുന്നത്? അല്ല, ഞാൻ കേട്ടു നീ അടുത്ത സമയത്ത് നിൻ്റെ ഒരു കിഡ്നി നിൻ്റെ അമ്മയ്ക്ക് ദാനം ചെയ്തെന്ന്. എന്നിട്ട് പറഞ്ഞു, നിനക്ക് വെറും ഇതെല്ലാം അന്വേഷിച്ചുണ്ടായില്ലത്, നിനക്ക് വെറും 32 വയസ്സേ ഉള്ളൂ, അമ്മയ്ക്ക് 72 വയസ്സുണ്ട്. അമ്മയ്ക്ക് വേണമെങ്കിൽ കുറേ നാളും കൂടെ ഡയാലിസിസ് ചെയ്ത് ജീവിക്കാം. നിനക്ക് എത്രയോ വർഷങ്ങൾ ഈ ഭൂമി ജീവിക്കേണ്ടതാണ്. അപ്പം അങ്ങനെയുള്ള 32 വയസ്സുള്ള നീ നിൻ്റെ ഒരു കിഡ്നി അമ്മയ്ക്ക് ദാനം ചെയ്തത് ബുദ്ധിപരമായ ഒരു തീരുമാനമാണോ എന്ന് ചോദിച്ചു. ചോദ്യം മനസ്സിലായോ? ബുദ്ധിപരമായ ഒരു തീരുമാനമാണ്. അപ്പോൾ ഡോക്ടർ അതായിട്ട് പറഞ്ഞു, അല്ല ഞാൻ ചെയ്തത് ബുദ്ധിപരമായ തീരുമാനമല്ല, അതെനിക്കറിയാം, ഇത് ബുദ്ധിപരമായ തീരുമാനമല്ല. അപ്പോൾ തീരുമാനം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്ക് ബുദ്ധിയില്ലെന്ന്. ഈ ഡോക്ടറാണെങ്കിൽ ബുദ്ധിയില്ല. ഇത് കഴിഞ്ഞപ്പോൾ ഈ യുവ ഡോക്ടർ തിരുമേനിയോട് ചോദിച്ചു. തിരുമേനി എന്നോട് ചോദിച്ചു, ഞാൻ ചെയ്തത് ബുദ്ധിപരമായ തീരുമാനമാണ്. ഉത്തരം ഞാൻ പറഞ്ഞു അല്ല. എന്നാൽ ഞാൻ ചെയ്തത് ശരിയാണോ എന്ന് തിരുമേനി ചോദിച്ചില്ല. ഞാൻ ചെയ്തത് ശരിയാണോ എന്ന് തിരുമേനി ചോദിച്ചില്ല. അപ്പോൾ തിരുമേനി പറഞ്ഞു, ശരി, എന്നാൽ ഞാൻ ആ ചോദ്യം ചോദിക്കാം, നീ ചെയ്തത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു, യെസ്, ഞാൻ ചെയ്തത് ശരിയാണെന്ന് എനിക്ക് ഉത്തമ ബോധ്യമുണ്ട്. എന്തുകൊണ്ടാണ് ശരിയായത്? അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു, ഡോക്ടർ, എൻ്റെ പിതാവ് എനിക്ക് കേവലം 10 വയസ്സുള്ളപ്പോൾ മരിച്ചുപോയി. എൻ്റെ മാതാവാണ് എനിക്ക് 3 സഹോദരിമാരുണ്ട്, അവരെ എന്നെ എല്ലാം വളർത്തി എന്നെ ഒരു ഡോക്ടറാക്കിയതെല്ലാം ഈ മാതാവാണ്. മാതാവ് എത്രമാത്രം വേണ്ടി കഷ്ടപ്പെട്ടെന്നുള്ളത് എനിക്കറിയാം. ഈ മാതാവിന് പ്രത്യുപകാരമായിട്ട് ഞാൻ ഒന്നും ഇതുവരെ ചെയ്തിട്ടില്ല. എൻ്റെ ആയുസ്സിൽ ഇതുവരെ ഒന്നും ചെയ്യാൻ അവസരം കിട്ടിയിട്ടില്ല. അപ്പോഴാണ് ഈ സംഭവം വരുന്നത്. അതുകൊണ്ട് എനിക്ക് എൻ്റെ മാതാവിനോട് എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നി. അതുകൊണ്ട് ഞാനത് ചെയ്തത് ബുദ്ധിപരമായ തീരുമാനമല്ലെങ്കിലും ഞാനത് സ്നേഹത്തിലാണ് ചെയ്തത്. എൻ്റെ മാതാവിനോടുള്ള സ്നേഹത്തിലാണ് ചെയ്തത്. അതുകൊണ്ട് ഇത് ശരിയാണെന്ന് പറഞ്ഞു. തിരുമേനി ഇങ്ങനത്തെ ഉത്തരം പ്രതീക്ഷിച്ചില്ല. അത് കേട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, എടാ, ഞാനിവിടെ വന്നത് നിൻ്റെ തലയിലൊന്ന് കൈവച്ച് നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ്. ഞാനിന്ന് അത് ചെയ്യുന്നില്ല. നീ നിൻ്റെ കൈ എൻ്റെ തലയിൽ വെച്ച് എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. നീ എന്ത് ചെയ്യണം? എൻ്റെ തലയിൽ വെച്ച് എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു മർത്തോക്കാരൻ യുവ ഡോക്ടർ തിരുമേനിയുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്നത്. പക്ഷേ പുള്ളിയുടെ മാന്യത മനസ്സിലാക്കണം. പുള്ളി പറഞ്ഞ വാചകം ശരിയാണ്, നീ എനിക്ക് വേണ്ടി പറഞ്ഞു, ഞാൻ ഇത്രയും ചിന്തിച്ചില്ല. നോക്കുക ആ ഹ്യൂമിലിറ്റി, അത് ശരിയല്ലേ? ഈ പലപ്പോഴും നമ്മൾ ചെയ്യുന്നതൊക്കെ നമ്മളെല്ലാം ബുദ്ധിമാന്മാരല്ലേ? ഈ ബുദ്ധി അനുസരിച്ച് നമ്മൾ ഒത്തിരി തീരുമാനം, ബുദ്ധി വേണമെന്നല്ല ഞാൻ പറഞ്ഞത്, തെറ്റിദ്ധരിക്കരുത്. ബുദ്ധി വേണം, ബുദ്ധിപരമായ തീരുമാനം എടുക്കണം. പക്ഷേ സ്നേഹം നമ്മളെ കൺട്രോൾ ചെയ്യുന്നുണ്ടോ? ബുദ്ധിയും സ്നേഹവും വേണം. ചില കാര്യങ്ങൾ ബുദ്ധിപരമായിട്ട് അല്പം ഒരു ബുദ്ധിമോശം തോന്നിയാലും സ്നേഹത്തിൽ ചെയ്യേണ്ടതായിട്ട് വരും, അല്ലേ? കർത്താവ് അങ്ങനെയല്ലേ ചെയ്ത്? കർത്താവിനാണ് ഈ ഭൂമി വന്നത്, എല്ലാ ആവശ്യവും ഉണ്ടായിരുന്നു. സ്വർഗത്തിൽ സുഖമായിട്ടിരുന്നാൽ പോരെ, ദൂതന്മാരുടെ ആരാധന സ്വീകരിച്ച്. ആ കർത്താവ് എന്തിനാണ് ഈ ഭൂമി വന്നത്? സ്നേഹം മാത്രമാണ്. യോഹന്നാൻ 3:16 പറയുന്നത്, തൻ്റെ ഏകജാതനെ പുത്രനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. വേറെ ഒരു റീസണും ഇല്ല. നമ്മളാരും കർത്താവ് സ്ഥാനത്താണ് വരത്തുമില്ലല്ലേ? സ്വർഗത്തിൽ നിന്ന് ഭൂമി വരുന്ന പോട്ടെ, ഇവിടുന്ന് വടക്കേത്തെ പോകുമ്പോൾ നമ്മൾ വില്ലിങ്ങല്ലേ? അടിയനിത അന്യനെ അയക്കണം നമ്മുടെ പ്രാർത്ഥനയല്ല. അപ്പോൾ അതുകൊണ്ട് ഒരു ചോദ്യം ഇതാണ്, നമ്മൾ സ്നേഹത്തിലാണോ ചെയ്യുന്നത്? ഇതാണ് സ്നേഹത്തിൻ്റെ കാര്യം പറഞ്ഞത്. ഇനി അത് തന്നെയാണ് അടുത്ത ക്വസ്റ്റ്യൻ. അത് ഇത്രയും മതിയല്ലോ. സ്നേഹം ന്യായപ്രമാണം എങ്ങനെ നിറവേറ്റുന്നു? സ്നേഹം അത് പൗലോസ് പറഞ്ഞിട്ടുണ്ട്. അന്യനെ സ്നേഹിക്കുന്നവൻ ന്യായപ്രമാണം നിവർത്തിച്ചിരിക്കുന്നുവല്ലോ, അല്ലേ? അത് 9-ാം വാക്യത്തിൽ അത് ആവർത്തിക്കുന്നുണ്ട്.
10-ാം വാക്യത്തിൽ സ്നേഹം ന്യായപ്രമാണത്തിൻ്റെ നിവൃത്തിയാകുന്നു, 10-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗം. അപ്പോൾ അതാണ് ചോദ്യം, എങ്ങനെയാണ് ഈ സ്നേഹം ന്യായപ്രമാണം നിറവേറ്റുന്നത്? അത് സിമ്പിളാണ്. ആർക്കൊന്ന് വായിക്കാമോ ഉത്തരം? സ്നേഹം അയൽക്കാർ ആ മതി, ഫുൾ സ്റ്റോപ്പ് നിർത്താം. അത് മനസ്സിലായോ? സ്നേഹം അയൽക്കാരന് ഒരു ദോഷവും ചെയ്യുന്നില്ല. നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കുന്നുവെങ്കിൽ സ്വാഭാവികമായും ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിക്കുന്നു. ഇവിടെ ഉദ്ദേശിക്കുന്നത് പഴയ നിയമത്തിലെ 10 കൽപ്പനകളാണ്. അടുത്ത വാചകം, വ്യഭിചാരം ചെയ്യരുത്, കൊല ചെയ്യരുത്, മോഷ്ടിക്കരുത്, മോഹിക്കരുത് തുടങ്ങിയ കൽപ്പനകളെല്ലാം അന്യോന്യമുള്ള സ്നേഹത്താൽ നിറവേറ്റപ്പെടും. ഓക്കെ. ഇത് ഇവിടെ അതിനകത്ത് നമുക്കറിയാം 10 കൽപ്പനകളിലെ ആദ്യത്തെ 4 കൽപ്പനകൾ ദൈവത്തോടുള്ള നമ്മുടെ കടപ്പാടാണ്. ആദ്യത്തെ 4 കൽപ്പനകൾ. 4-മത്തേത് ശബത്തിൻ്റെ കാര്യമാണ്. പഴയ നിയമത്തിൽ അത് ബാധകമാണ്, ഇപ്പോൾ അതില്ല, അത് നമുക്കറിയാം. എന്നാൽ പിന്നെ വരുന്ന 5-മത്തെ കൽപ്പനയാണ് നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക, പിന്നെ കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറഞ്ഞ് ഇങ്ങനെ പോവുകയാണ്. ഈ 2-ാം ഭാഗം 5 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ മാൻവേർഡാണ്. മാനുഷിക ബന്ധം, അന്യോന്യമുള്ള മാനുഷിക ബന്ധത്തിൽ അനുസരിക്കേണ്ട കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് കർത്താവ് തന്നെ മത്തായി 22 എഴുതിയിട്ടുണ്ട്. മത്തായി 22-ന്റെ 37 മുതൽ 40 വരെ ഏറ്റവും വലിയ കൽപ്പന ഏതെന്ന് ചോദിച്ചപ്പോൾ കർത്താവ് എന്താണ് പറഞ്ഞത്? നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും സ്നേഹിക്കണം, എന്നിട്ട് കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം. 2-മത്തേത് 1-മത്തേതിനോട് സമമാകുന്നു. ഒന്നേ ചോദിച്ചുള്ളൂ, കർത്താവ് അല്പം കൂടെ ചേർത്ത് പറഞ്ഞു, അല്ലേ? ഈ രണ്ടും പറഞ്ഞു. വാസ്തവത്തിൽ ഈ 2 കൽപ്പനകളിൽ മുഴുവൻ ന്യായപ്രമാണം അടങ്ങിയിരിക്കുകയാണ്. മനസ്സിലായിട്ടുണ്ടോ? ആദ്യത്തെ കൽപ്പന എന്താണ്? ദൈവത്തെ സ്നേഹിക്കുക. അതാണ് ആദ്യത്തെ 3 അല്ലെങ്കിൽ 4 കൽപ്പനകൾ. 2-മത്തെ കൽപ്പന എന്താണ്? കൂട്ടുകാരനെ സ്നേഹിക്കുക. അതാണ് 5 മുതലുള്ള കൽപ്പനകൾ. മറ്റുള്ളവരെ സ്നേഹിക്കുക, മാനുഷിക ബന്ധം. അപ്പോൾ ഈ 2 കൽപ്പനകൾ പിൽക്കാലത്ത് കർത്താവും പൗലോസും ഒക്കെ ഇതിനെ ഒതുക്കി. പഴയ നിയമം മുഴുവൻ 2 കൽപ്പനകൾ ഒതുക്കി. ഇവിടെ അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത് സ്നേഹം ന്യായപ്രമാണം നിറവേറ്റുന്നു. ഇന്ന് നമ്മൾ ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരല്ല, നമ്മൾ കൃപയ്ക്ക് അധീനരാണ്. പക്ഷേ ന്യായപ്രമാണത്തിൽ കൽപ്പനയായിട്ട് കൊടുത്ത കാര്യങ്ങളൊക്കെ അറിഞ്ഞോ അറിയാതെയോ സ്നേഹത്തിൽ നമ്മൾ കാര്യം ചെയ്യുമ്പോൾ, അന്യോന്യം സ്നേഹിക്കുമ്പോൾ അതെല്ലാം നിറവേറ്റുകയാണ് എന്നാണ് എൻ്റെ അർത്ഥം. അതുകൊണ്ടാണ് സ്നേഹത്തിൻ്റെ പ്രാധാന്യം. അതുകൊണ്ടാണ് സ്നേഹമെന്ന കടം മാത്രമേ ഉള്ളൂ ആയുഷ്കാലം മുഴുവൻ നിൽക്കുന്നത്. ബാക്കിയുള്ള എല്ലാ കടങ്ങളും നമ്മൾ വീട്ടണം എന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്തത് 7-മത്തെ ക്വസ്റ്റ്യൻ. ഉറക്കത്തിൽ നിന്ന് ഉണരേണ്ട സമയമാണിതെന്ന് പൗലോസ് പറയുന്നത് എന്തുകൊണ്ട്? 11-ാം വാക്യം വായിക്കാം. 13-11. ഇതുകൊണ്ട് ഇത് ചെയ്യേണ്ടത് ഉറക്കത്തിൽ നിന്ന് ഉണരുവാൻ നാഴിക വന്നിരിക്കുന്നു എന്നിങ്ങനെ നിങ്ങൾ സമയത്തെ അറിയാൽ തന്നെ സമയത്തെ മതി. എന്താണ് എൻ്റെ അർത്ഥം? ഉറക്കത്തിൽ നിന്നുണരുവാൻ നാഴിക വന്നിരിക്കുന്നു, അല്ലെ ഉറക്കത്തിൽ ഉണരേണ്ട സമയമാണെന്ന് പൗലോസ് പറയുന്നത് എന്തുകൊണ്ട്? എന്താണ് ഈ ഉറക്കം എന്ന് ഉദ്ദേശിക്കുന്നത്? ആത്മീയ അർത്ഥത്തിലാണ്. ആൻസർ വായിക്കാം. ഉറക്കത്തിൽ നിന്ന് ഉണരുവാൻ നാഴിക വന്നിരിക്കുന്നു എന്നതുകൊണ്ട് വിശ്വാസികൾ ആത്മീയ തിടുക്കത്തോടെ, എ സെൻസ് ഓഫ് അർജൻസി, ഉത്സാഹത്തോടെ തിടുക്കത്തോടെ ജീവിക്കണമെന്ന് പൗലോസ് പറയുന്നു. വാസ്തവത്തിൽ ഇവിടെ ഉറക്കം എന്ന് പറയുന്നത് ഒരു ആത്മീയമായി ഒരു നിർജീവ അവസ്ഥയാണ്, അല്ലേ? Efesiയർ 5:14 കൂടെ കുറിക്കുക. Efesiയർ 5:14 പൗലോസ് എഴുതുന്നു, ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കുക. ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കുക. Efesiയർ 5:14. അപ്പോൾ ആത്മീയമായ ഒരു ശീതോഷ്ണാവസ്ഥ, അല്ലേ? അത് ഏത് കാലത്തും വിശ്വാസത്തെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. രക്ഷിക്കപ്പെട്ട നാളിലൊക്കെ നമുക്ക് വലിയ ആത്മീയ തീക്ഷ്ണതയും ഉത്സാഹമൊക്കെ ആയിരുന്നു. എന്നാൽ ഇന്നത്തെ അവസ്ഥ എങ്ങനെ ഇരിക്കുന്നു നാം ഓരോരുത്തരും ചിന്തിച്ചാൽ മതി. ക്രമേണ നമ്മൾ ആത്മീയമായിട്ട് ഒരു ശീതോഷ്ണാവസ്ഥയിലേക്ക് പോകും. ലവോദിക്ക സഭയിൽ അത് കാണുന്നുണ്ടല്ലോ. അപ്പോൾ അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആ ഉറക്കത്തിൽ നമ്മൾ ഉണരാനുള്ള കൽപ്പനയാണത്. Efesiയർ 5:14 പൗലോസ് എഴുതുന്നുണ്ട്. അപ്പോൾ ഒരു ആത്മീയമായ തിടുക്കത്തോടെ ജീവിക്കുന്നത് പൗലോസ് പറയുന്നത് എന്തുകൊണ്ട്? നിങ്ങൾ സമയത്തെ അറിയാൽ തന്നെ. എന്താണ് അതിൻ്റെ അർത്ഥം? നിങ്ങൾക്ക് സമയം അറിയാം. എന്താണ്? ഏത് സമയം? അതായത് ക്രിസ്തുവിൻ്റെ മടങ്ങിവരവിൻ്റെ സമയവും ദൈവത്തിൻ്റെ ആത്യന്തിക രക്ഷയും അടുത്തു വരികയാണ്. ഇവിടെ ക്ലോക്ക് വല്ലതും ഉണ്ടല്ലേ? നിങ്ങൾക്ക് സമയം അറിയാം. ക്ലാസ് ഇപ്പോൾ നിർത്തണമെന്നുള്ള സമയം അറിയാം. അതിലൂടെ പൗലോസ് പറയുന്ന മറ്റൊരു സമയമാണ്.
എന്താണ് കർത്താവിൻ്റെ മടങ്ങി വരവിൻ്റെ സമയവും ആത്യന്തിക രക്ഷയുടെ സമയവും അടുത്ത് വരിക എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൻ്റെ രക്ഷ, വീണ്ടെടുപ്പ്, അതിൻ്റെ സമയം അടുത്ത് വരികയാണ്. അതുകൊണ്ട് ഉറക്കത്തിൽ നിന്ന് ഉണരുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത വാചകം, ഉറക്കത്തിൽ നിന്ന് ഉണരുക എന്നതിൻ്റെ അർത്ഥം ക്രിസ്ത്യാനികൾ ആത്മീയമായി അശ്രദ്ധരോ അലസരോ ആയി ജീവിക്കരുത്. അശ്രദ്ധ, അലസത ക്രിസ്ത്യാനികളുടെ മാത്രമല്ല, വാസ്തവത്തിൽ മനുഷ്യൻ്റെ ഒരു മുഖമുദ്രയാണ്. ഇങ്ങനെ ഒരു കഥ കേട്ടിട്ടുണ്ട്, കഥയാണോ സംഭവമാണോ, ഒരു മനുഷ്യൻ വഴിയെ പോകുന്ന ആളുകളെ ഇങ്ങനെ സർവേ ചെയ്യുക, വഴിയെ പോകുന്നവരെ തടഞ്ഞു നിർത്തി ഒരു ചോദ്യം ഇതാണ്: ഇന്ന് ലോകം അഭിമുഖീകരിക്കുന്ന 2 വലിയ പ്രശ്നങ്ങൾ ഏതൊക്കെയാണ്? ഇന്ന് ലോകം അഭിമുഖീകരിക്കുന്ന 2 വലിയ പ്രശ്നങ്ങൾ ഏതൊക്കെയാണ്? അങ്ങനെ ചോദിച്ചാൽ ചിലപ്പോൾ നമ്മളൊക്കെ ചില ഉത്തരങ്ങൾ പറയും. ആ ഉത്തരം നിൽക്കട്ടെ, പലരും അത് മൈൻഡ് ചെയ്യാതെ പോയി, ചിലരെ എന്തൊക്കെയോ പറഞ്ഞു. അങ്ങനെയുള്ള ഒരാൾ ചോദിച്ചു, ഒരാൾ പറഞ്ഞു, എനിക്കറിയത്തില്ല, എനിക്കറിയാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു. ഐ ഡോണ്ട് നോ ആൻഡ് ഐ ഡോണ്ട് കെയർ. ഇത് കേട്ടപ്പോൾ ഈ ചോദ്യകർത്താവാണ്, യെസ്, നിങ്ങൾ പറഞ്ഞു തന്നെയാണ് കറക്റ്റ് ഉത്തരം എന്ന് പറഞ്ഞു. ഇതാണ് കറക്റ്റ് ഉത്തരം, മറ്റുള്ളതൊക്കെ തെറ്റാണ്. ഐ ഡോണ്ട് നോ, ഐ ഡോണ്ട് കെയർ. എനിക്ക് അറിയത്തില്ല, അറിയാൻ താല്പര്യമില്ല, അല്ലേ? ഇതാണ് ഇന്ന് ലോകം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ 2 പ്രശ്നങ്ങളെന്ന് പറഞ്ഞു. ലോകത്തിൻ്റെ മാത്രമല്ല, വിശ്വാസ സമൂഹത്തിലോ ശരിയാണ്. പല കാര്യങ്ങളും അറിയാൻ താല്പര്യമില്ല, അറിയത്തുമില്ല. അറിയാത്തവർക്ക് അറിയാൻ താല്പര്യം വേണ്ട, അതും വേണ്ടില്ല. ആ ഒരു ഇൻഡിഫറൻസ്, അതാണ് ഈ വെളിപ്പാട് പുസ്തകത്തിൽ ഈ ലൂക്കോന്റെ മലയാളം ശീതോഷ്ണമാണ് എന്ന് പറയുന്നത്. അത് തന്നെയാണ് ഒരു ഇൻഡിഫറൻസ്. ഒരു കാര്യത്തിനും താല്പര്യമില്ല, ആത്മീയ കാര്യങ്ങളിലുമില്ല, മറ്റുള്ള ലോക കാര്യങ്ങളിലൊന്നും ഒരു താല്പര്യമില്ല. അങ്ങനത്തെ ഒരു ജീവിതശൈലി, അതാണ് ഇവിടെ പറയുന്നത്. 1-ാം നൂറ്റാണ്ടിലും ഉണ്ടായിരുന്നു, അല്ലേ? ഇപ്പോഴും അത് ഉണ്ട്. അപ്പോൾ ആ വാചകം ഇതാണ്: അശ്രദ്ധരോ അലസരായി ജീവിക്കരുത്, മറിച്ച് ജാഗ്രതയുള്ളവരും വിശുദ്ധരും ആത്മീക ജീവിതത്തിൽ സജീവരും ആയിരിക്കണം എന്നാണ്. കാരണം രക്ഷ ഇപ്പോൾ നമ്മൾ ആദ്യം വിശ്വസിച്ച സമയത്തേക്കാൾ അടുത്താണ്. ഇവിടെ പറഞ്ഞ രക്ഷ ഏതാണ്? രക്ഷയുടെ 3 കാലങ്ങളെക്കുറിച്ച് നമ്മൾ പറയാറുണ്ടല്ലോ. ഏതൊക്കെയാണ്? കഴിഞ്ഞകാല രക്ഷ, പാസ്റ്റ് ടെൻസ് എന്ന് വെച്ചാൽ പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്നുള്ള വിടുതൽ. വർത്തമാനകാല രക്ഷ ഏതാണ്? പാപത്തിൻ്റെ ശക്തിയിൽ നിന്നുള്ള വിടുതൽ. ഭാവി എന്താണ്? പാപത്തിൻ്റെ സാന്നിധ്യം. അറിയത്തില്ലെങ്കിൽ എവിടെയും കുറിച്ചാണ്. ഇതൊക്കെ നമ്മൾ എപ്പോഴും കാണാപ്പാടം പഠിച്ചിരിക്കേണ്ട കാര്യങ്ങളാണ്. പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്നുള്ള വിടുതൽ കിട്ടിയവരാണ് രക്ഷിക്കപ്പെട്ട എല്ലാവർക്കും. അനുദിന ജീവിതത്തിൽ പാപത്തിൻ്റെ ശക്തിയിൽ നിന്നുള്ള വിടുതൽ. 2 പാപത്തിൻ്റെ ശക്തിയിൽ നിന്നുള്ള വിടുതൽ. 3 പാപത്തിൻ്റെ സാന്നിധ്യം. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ നല്ലതാണ്, ഓർത്തിരിക്കാൻ എളുപ്പമാണ്. പാപത്തിൻ്റെ സാന്നിധ്യം. ഒന്നാമത് ഫസ്റ്റ് വൺ, പഴയ പാസ്റ്റേഴ്സ് എന്താണ്? സേവ്ഡ് ഫ്രം ദ പെനാൽറ്റി ഓഫ് സിൻ, പാപത്തിൻ്റെ ശിക്ഷ, പെനാൽറ്റി ഓഫ് സിൻ. പ്രസന്റ് എന്താണ്? ബീയിങ് സേവ്ഡ് ഫ്രം ദ പവർ ഓഫ് സിൻ. എല്ലാം പിയിലാണ് തുടങ്ങുന്നത്. പവർ ഓഫ് സിൻ, പാപത്തിൻ്റെ ശക്തിയിൽ നിന്നുള്ള വിടുതൽ. രക്ഷ എന്ന് വെച്ചാൽ വിടുതലാണല്ലോ. ഭാവിപരം എന്താണ്? പാപത്തിൻ്റെ സാന്നിധ്യത്തിൽ നിന്ന് തന്നെ വിടുതൽ. വിൽ ബി സേവ്ഡ് ഈവൻ ഫ്രം ദ പ്രസൻസ് ഓഫ് സിൻ, പാപത്തിൻ്റെ സാന്നിധ്യം. അത് നമ്മൾ കർത്താവിനെ മുഖാമുഖം കാണുമ്പോൾ മാത്രമേ അത് സാധ്യമാകുകയുള്ളൂ. അപ്പോൾ രക്ഷ അടുത്തിരിക്കുന്ന ഭാവികാല രക്ഷയാണ് പ്രതീക്ഷിക്കുന്നത്. കർത്താവ് വരുമ്പോൾ പാപത്തിൻ്റെ സാന്നിധ്യത്തിൽ തന്നെ നമ്മൾ രക്ഷ പ്രാപിക്കും. അതാണ് ആദ്യത്തെ പെനാൽറ്റി ഓഫ് സിൻ, 2 പവർ ഓഫ് സിൻ, 3 പ്രസൻസ് ഓഫ് സിൻ. 3 ഭാവികാലം, പാപത്തിൻ്റെ സാന്നിധ്യം, പാപത്തിൻ്റെ ശിക്ഷ, പാപത്തിൻ്റെ ശക്തി. അനുദിന ജീവിതത്തിൽ നമുക്കറിയാം, നമുക്ക് പല രക്ഷിക്കപ്പെട്ടവരാണെങ്കിലും പാപം ചെയ്യാനുള്ള പ്രേരണയുണ്ട് ഓരോ ദിവസവും, അല്ലേ? പല പരീക്ഷകൾ നേരിടുന്നുണ്ട്. അതിനെ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തിയാൽ നേടുക. ഏതാണ് വേണ്ടി? അതിന് ഇംഗ്ലീഷിൽ പറയണം. പെനാൽറ്റി ഓഫ് സിൻ, പവർ ഓഫ് സിൻ ആൻഡ് പ്രസൻസ് ഓഫ് സിൻ, ഫ്യൂച്ചർ. ഒന്നാമത്തെ നമ്മൾ രക്ഷിക്കപ്പെടാന്ന് വെച്ചാൽ എന്താണ്? അതൊരു മിസ്റ്റർ സാറിൻ്റെ പാട്ടിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ, മറഞ്ഞു ഞാൻ രക്ഷിക്കപ്പെട്ട അരക്ഷണത്തിൽ ഞാൻ സങ്കടങ്ങൾ സകലവും. അങ്ങനെയാണ് സാർ എഴുതിയത്. പക്ഷെ പലരും ആ ക്ഷണത്തിൽ നിന്ന് പാടാറുണ്ട്. അത് ഒരു നിമിഷം കൊണ്ട് സാധിക്കുന്ന, രക്ഷിക്കപ്പെട്ടു, പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് വിടുതൽ കിട്ടി, കർത്താവ് ക്രൂശിൽ മരിച്ചത് എനിക്ക് വേണ്ടിയാണെന്ന് വിശ്വസിച്ചു. എന്നാൽ അനുദിന ജീവിതത്തിൽ നമ്മൾ ഓരോ ദിവസവും പാപത്തിൻ്റെ ശക്തിയുമായിട്ടുള്ള പോരാട്ടമാണ്. അതാണ് റോമർ 7 നാം വായിക്കുന്നത്. ആ ഒരു പോരാട്ടമുണ്ട്, അല്ലേ? അതിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് ജീവിക്കണം, മുന്നോട്ട് വരണം. അതാണ് വർത്തമാനകാല രക്ഷ, പാപത്തിൻ്റെ ശക്തിയിൽ നിന്ന്. ഭാവിയിലോ
കർത്താവിനെ നാം മുഖാമുഖം കാണുമ്പോൾ പാപത്തിൻ്റെ സാന്നിധ്യത്തിൽ നിന്ന് തന്നെ നമ്മൾ രക്ഷിക്കപ്പെടും. പിന്നെ പാപമില്ല. അതാണ് നമ്മുടെ പ്രത്യാശ. ഈ 3 ഘട്ടങ്ങളുണ്ട്. ഇവിടെ പറയുന്ന രക്ഷ ഭാവികാല രക്ഷയാണ്. അപ്പോൾ അതിനുള്ള സമയം അടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഉത്സാഹത്തോടെ തിടുക്കത്തോടെ ജീവിക്കണം, അല്ലേ? റോമർ 12 വാക്യം ഉണ്ടല്ലോ, 12:11 ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സേവിപ്പിൻ, അല്ലേ? അപ്പോൾ അവിടെയെല്ലാം ഈ ഉത്സാഹം, തിടുക്കം, ഇതിനൊക്കെ പൗലോസ് മാത്രമല്ല, പഴയ നിയമത്തിൽ ശലോമോനൊക്കെ ധാരാളം പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട്. അതൊക്കെ ഒരു നാം വളർത്തിയെടുക്കേണ്ട സൽഗുണങ്ങളാണ്. ഓക്കെ, 8ാമത്തെ ചോദ്യം, വെളിച്ചത്തിൻ്റെ ആയുധം ധരിക്കുക എന്നതുകൊണ്ട് പൗലോസ് എന്താണ് ഉദ്ദേശിക്കുന്നത്? വാസ്തവത്തിൽ എന്താണ്, ഞാൻ എല്ലാം എഴുതിയിട്ടില്ല. വെളിച്ചം എന്ന് പറഞ്ഞാൽ ബൈബിളിൽ എന്താണ് എൻ്റെ അർത്ഥം? അതൊരു എന്താണ് പറയുന്നത്, ഒരു അടയാളം പോലെ, ഒരു രൂപകമാണ്, മെറ്റഫറാണ്. വെളിച്ചം എന്തിനെയാണ് കാണിക്കുന്നത്? വിശുദ്ധി, സത്യം. നമ്മൾ എഴുതിക്കൊള്ളുക, എവിടെയെങ്കിലും ഒന്ന് എഴുതിക്കൊള്ളുക. വെളിച്ചം, ഇതൊക്കെയാണ് വെളിച്ചം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. വിശുദ്ധിയുടെയും സത്യത്തിൻ്റെയും പ്രതീകം ആണ് വെളിച്ചം. അതുകൊണ്ടാണല്ലോ 1 യോഹന്നാൻ 1:5 നാം വായിക്കുന്നു, ദൈവം വെളിച്ചമാകുന്നു, അവനിൽ ഇരുട്ട് ഒട്ടും ഇല്ല. ഇരുട്ടെന്ന് വെച്ചാൽ പാപം, അശുദ്ധി, കള്ളം, ഇതിൻ്റെയൊക്കെ പ്രതീകമാണ് ഇരുട്ട് ബൈബിളിൽ. വെളിച്ചം എപ്പോഴും സത്യത്തിൻ്റെയും വിശുദ്ധിയുടെയും നന്മയുടെയൊക്കെ പ്രതീകമാണ്. വെളിച്ചമുണ്ടാകട്ടെ ദൈവം കൽപ്പിച്ചു, വെളിച്ചമുണ്ടായി എന്ന് നാം ഉൽപ്പത്തി 1:5 വായിക്കുന്നുണ്ട്. അപ്പോൾ വെളിച്ചത്തിൻ്റെ ആയുധം ധരിക്കുക എന്ന് വെച്ചാൽ വിശുദ്ധിയുടെ ആയുധം ധരിക്കുക, അല്ലെങ്കിൽ നന്മയുടെ ആയുധം ധരിക്കുക. അതാണ് പൗലോസ് അർത്ഥമാക്കുന്നത്. നോട്ട്സ് വായിക്കാം. പാപത്തിൻ്റെ രാത്രി അവസാനിക്കാൻ പോകുന്നതിനാൽ വാസ്തവത്തിൽ വേദോസ്തവത്തിൻ്റെ കാഴ്ചപ്പാടിൽ നാം ജീവിക്കുന്ന ഈ കാലഘട്ടം ഒരർത്ഥത്തിൽ രാത്രിയാണ്. രാത്രി കഴിവാറായി, പകലേറ്റം അടുത്തിരിക്കുന്നതൊക്കെ നാം വായിക്കാറുണ്ട്. ഒരു രാത്രിയാണ്. അത് വെച്ചാൽ ആത്മീയ അർത്ഥത്തിൽ, എന്നുവെച്ചാൽ പാപമയമായ പാപത്തിൻ്റെ പ്രവർത്തനം വളരെ സജീവമായ സമയമാണ് രാത്രി. പാപത്തിൻ്റെ രാത്രി അവസാനിക്കാൻ പോകുന്നത് എന്ന് വെച്ചാൽ കർത്താവ് വരാൻ പോകുന്നതുകൊണ്ട് വിശ്വാസികൾ ഇരുട്ടിൻ്റെ പ്രവൃത്തികളെ ഉപേക്ഷിക്കണം. അത് ഇരുട്ടിൻ്റെ പ്രവൃത്തികൾ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. പാപപ്രവൃത്തികളെല്ലാം ഉപേക്ഷിക്കണം. അത് 13ാം വാക്യത്തിൽ പിന്നെ വിശദീകരിക്കുന്നുണ്ട്. ഉപേക്ഷിക്കണം, അതായത് പാപകരമായ ശീലങ്ങളും രഹസ്യപാപങ്ങളും പഴയ ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ പെരുമാറ്റങ്ങളും നീക്കം ചെയ്യണം. ഇതിന് സമാനമായ ഒരു പദം എഫേസ് ലേഖനത്തിലും കൊലോസ് ലേഖനത്തിലും പൗലോസ് ഉപയോഗിക്കുന്നുണ്ട്. അത് കൊലോസ് ലേഖനത്തിലുണ്ട്, 8ാം അധ്യായം. അല്ല, പഴയ മനുഷ്യൻ, പുതിയ മനുഷ്യൻ. ഓർമ്മയുണ്ടല്ലോ, അല്ലേ? ഉദാഹരണത്തിന് വേണേൽ കുറിക്കുക. എഫേസർ 4:22-24. എഫേസർ 4:22-24. 22 പഴയ മനുഷ്യനെ കുറിച്ച് വായിക്കുന്നു, 24 പുതിയ മനുഷ്യൻ. എഫേസർ 4:22-24. അതുപോലെ കൊലോസ്യർ 3:9-10. 9 പഴയ മനുഷ്യൻ, 10 പുതിയ മനുഷ്യൻ. കൊലോസ്യർ 3:9-10. ആദ്യത്തെ പഴയ മനുഷ്യൻ, പിന്നെ പുതിയ മനുഷ്യൻ. എന്താണ് ഈ വാക്കുകളെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കിയത്? എന്താണ് ഈ പഴയ മനുഷ്യനും പുതിയ മനുഷ്യനും? ആദാം ക്രിസ്തുവും പഴയ മനുഷ്യൻ, അത് വേറെ താരതമ്യമുണ്ട്. ഇവിടെ പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞു, പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ഈ മനുഷ്യൻ എന്ന് കേൾക്കുമ്പോൾ ജീവനുള്ള എന്തിൻ്റെയോ കാര്യം പറയുന്നു എന്ന് തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. ഈ വേദോസ്തവത്തിലെ ഈ ആലങ്കാരിക പ്രയോഗങ്ങൾ തന്നെ ഒരു വലിയ പഠന വിഷയമാണ്. ജീവനില്ലാത്തതിനെ ജീവനുള്ളതുപോലെ സങ്കല്പിച്ച് വേദോസ്തവത്തിൽ, സങ്കീർത്തനത്തിലും ലേഖനങ്ങളിലൊക്കെ ധാരാളം പറഞ്ഞിട്ടുണ്ട്. ജീവനില്ലാത്തതിനെ ജീവനുള്ളതുപോലെ സങ്കല്പിച്ചു. അതിനാണ് പേഴ്സണിഫിക്കേഷൻ, ആൾ രൂപം കൽപ്പിക്കുക എന്ന് പറയുന്നത്. ഉദാഹരണത്തിന്, പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ. ആരാണ് ശമ്പളം കൊടുക്കുന്നത്? വാസ്തവത്തിൽ നമ്മുടെ സങ്കല്പത്തിൽ ശമ്പളം കൊടുക്കുന്നത് യജമാനനാണല്ലേ. യജമാനൻ ദാസന്മാർക്ക് കൊടുക്കുന്നതാണ് ശമ്പളം. അല്ലെങ്കിൽ ഒരു സ്ഥാപനം മാനേജർ തൻ്റെ കീഴിൽ വർക്ക് ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കാണ് ശമ്പളം, അല്ലേ? അപ്പോൾ അവിടെ ആ വാക്യത്തിൽ പാപത്തെ ഒരു ശമ്പളം കൊടുക്കുന്ന ഒരു വ്യക്തിയോടാണ് ഓർമ്മിച്ചിട്ടുള്ളത്. നിങ്ങളിനി പാപത്തിന് അടിമകളല്ല എന്നൊക്കെ അതേ റോമർ 6 വായിക്കുന്നു. അപ്പോൾ അടിമ വ്യവസ്ഥിതിയിലെ സങ്കല്പമാണത്. അപ്പോൾ അടിമകളുള്ളൊരു യജമാനോടാണ് പാപത്തെ ഉപമിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞ പോലാണ് ഈ പഴയ മനുഷ്യൻ പുതിയ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് നമ്മുടെ പഴയ, വേണ്ടി വന്നാൽ എഴുതിക്കൊള്ളുക, പഴയ ജീവിതശൈലി, പുതിയ ജീവിതശൈലി. അതാണ് അർത്ഥം. അല്ല, രണ്ട് നമ്മുടെ ഉള്ളിലുള്ള എന്തെങ്കിലും കാര്യങ്ങളല്ല,
പഴയ ജീവിതശൈലി പുതിയ ജീവിതശൈലിയുമാണ് പഴയ മനുഷ്യൻ പുതിയ മനുഷ്യൻ എന്നുള്ളതുകൊണ്ട് അർത്ഥമാക്കുന്നത്. വാസ്തവത്തിൽ രക്ഷിക്കപ്പെട്ട സമയത്ത് നമ്മൾ തീരുമാനം എടുത്തതാണ്. എന്താണ് തീരുമാനം? ഇനി ഞാൻ എൻ്റെ പഴയ വഴികളിൽ ജീവിക്കുകയില്ല, അതെല്ലാം ഉപേക്ഷിച്ച് പുതിയ വഴിയിൽ ജീവിക്കുന്ന തീരുമാനം എടുത്തവരാണ്. പക്ഷെ അത് അനുദിനം പ്രായോഗികമാക്കണമെന്നാണ് പൗലോസ് പിന്നെയും പൗലോസ് ലേഖനത്തിൽ പറയുന്നത്. നാം വെളിച്ചത്തിൻ്റെ ആയുധവർഗം ധരിക്കണം. അടുത്ത പാരഗ്രാഫ്. അതായത് ക്രിസ്തുവിൻ്റെ വെളിച്ചത്തിൽ ആത്മീയ യുദ്ധത്തിന് തയ്യാറായ പടയാളികളെ പോലെ ദൈവത്തിൻ്റെ സത്യവും വിശുദ്ധിയും ധരിച്ച് പരസ്യമായും സത്യസന്ധമായും നീതിപൂർവവും ജീവിക്കണം. നമ്മൾ പടയാളികളാണ്. ബൈബിളിൽ ആ ചിത്രം വേറെ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? നമ്മൾ പടയാളികളാണെന്ന്. എഫേസ്യർ 6 ദൈവത്തിൻ്റെ സർവായുധ വർഗം ധരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ വായിച്ചാൽ മതി. അവിടെ 6 തരം ആയുധങ്ങളെക്കുറിച്ച് പറയുന്നുണ്ടല്ലേ. സത്യമെന്ന അരക്കച്ച, നീതി എന്ന കവചം, സമാധാന സുവിശേഷത്തിനുള്ള ചെരുപ്പ് അല്ലേ, പിന്നെ അതുപോലെ തന്നെ വിശ്വാസം എന്ന പരിച, അതുപോലെ രക്ഷ എന്ന ശിരസ്ത്രം, പിന്നെ വചനമെന്ന ആത്മാവിൻ്റെ വാൾ. ഇങ്ങനെ 6 കൂട്ടം കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പം നമ്മൾ ഇതൊക്കെ ആത്മീയ അർത്ഥത്തിലാണ് മനസ്സിലാക്കേണ്ടത്. ഇതൊക്കെ ധരിച്ചുകൊണ്ടൊരു പടയാളികളായിട്ട് നാം പോർക്കളത്തിലാണ്. പോർക്കളത്തിൽ നിൽക്കുന്ന ഒരു പടയാളിക്ക് ഉറങ്ങാൻ പറ്റുമോ? ഇല്ല അല്ലേ. ചിലപ്പോൾ വാച്ച്മാരൊക്കെ ചിലപ്പോൾ രാത്രി ഉറങ്ങിന്നിരിക്കും, പലപ്പോഴും ജോലിയില്ലാത്തതുകൊണ്ട്. ഒരു പടയാളി ഉറങ്ങാൻ ഉദ്ദേശിച്ചിട്ടില്ല. അപ്പോൾ ആ ഒരു ചിത്രമാണ് പിന്നെയും കാഴ്ചവെക്കുന്നത്. അപ്പോൾ നമ്മൾ ഉറക്കത്തിൽ നിന്ന് ഉണരണം, തീർന്നില്ല. വെളിച്ചത്തിൻ്റെ ആയുധം ധരിച്ച് നമ്മൾ ജീവിക്കണം. 9ാമത്തെ ചോദ്യം, ക്രിസ്ത്യാനികൾ ഏതുതരം പെരുമാറ്റം ഒഴിവാക്കണം? അത് ഞാൻ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ആ വാക്യത്തിൽ തന്നെ എല്ലാം ഉണ്ട്. റോമർ 13 പകൽ സമയത്ത് എന്ന പോലെ നാം മര്യാദയെ നടക്കുക, വെറുക്കൂത്തുകളിലും മദ്യപാനങ്ങളിലുമല്ല, ശയനമോഹങ്ങളിലും ദുഷ്കാമങ്ങളിലുമല്ല, പിണക്കത്തിലും അസൂയയിലുമല്ല. അതിവിടെ എഴുതിയിട്ടുണ്ട്. മദ്യപാനം, ലൈംഗിക അധാർമികത, വഴക്കുകൾ, അസൂയ, ക്രിസ്തുവിന് യോഗ്യമല്ലാത്ത ഏതൊരു പെരുമാറ്റവും ഒഴിവാക്കണം. 10ാമത്തെ ചോദ്യം, കർത്താവായ യേശു ക്രിസ്തുവിനെ തന്നെ ധരിച്ചുകൊള്ളുവീൻ, മോഹങ്ങൾ ജനിക്കുമാറ് ജഡത്തിനായി ചിന്തിക്കരുത് എന്നതിൻ്റെ അർത്ഥം എന്താണ്? 14ാം വാക്യമാണ്. എന്താണ് കർത്താവിനെ ധരിക്കുക എന്ന് പറഞ്ഞാൽ? കർത്താവ് ഒരു വ്യക്തിയല്ലേ, വ്യക്തിയെ ധരിക്കാൻ പറ്റൂ? ഇല്ല. പിന്നെ എന്താണ് നമ്മൾ കർത്താവിനെ ധരിക്കുക എന്നുള്ളതുകൊണ്ട് അർത്ഥമാക്കുന്നത്? കർത്താവിൻ്റെ സ്വഭാവമാണ് ധരിക്കുന്നത്. അതായത് നേരത്തെ പറഞ്ഞ ആ പേഴ്സണിഫിക്കേഷൻ ഇവിടെയും വരികയാണ്. കർത്താവിനെ ധരിക്കുക എന്ന് വെച്ചാൽ കർത്താവിൻ്റെ സ്വഭാവം ധരിക്കുക. എഴുതിയിട്ടുണ്ട്, കർത്താവായ യേശു ക്രിസ്തുവിനെ ധരിക്കുവാൻ എന്നാൽ ക്രിസ്തുവിൻ്റെ സ്വഭാവം വെളിപ്പെടുത്തുക. അതാണ് ധരിക്കുക എന്നുള്ളതിൻ്റെ അർത്ഥം. കാരണം നമുക്കറിയാം, നമ്മളൊക്കെ അന്യോന്യം കാണുമ്പോൾ, അന്യോന്യം നോക്കുമ്പോൾ, നമ്മൾ ഒരാളിനെ കാണുമ്പോൾ എന്താണ് വാസ്തവത്തിൽ കാണുന്നത്? ആളുടെ ഡ്രസ്സാണ് അല്ലേ, ഡ്രസ്സാണ് കാണുന്നത്. അത് പുറമേ ഉള്ളതാണ് ഡ്രസ്സ്. അതുകൊണ്ടാണ് ഈ ചിത്രം ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു, ക്രിസ്തുവിനോട് കൂടെ ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങളെല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു എന്നൊക്കെ നാം വായിക്കണം. അപ്പോൾ സ്വഭാവം വെളിപ്പെടുത്തുക എന്നാണ് അർത്ഥം. അതെങ്ങനെ സാധിക്കും? എഴുതിയിട്ടുണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ ആശ്രയിച്ച് ദൈവവചനം നമ്മുടെ ചിന്തകളെയും മനോഭാവങ്ങളെയും പ്രവൃത്തികളെയും രൂപപ്പെടുത്താൻ അനുവദിച്ചുകൊണ്ട് എല്ലാ ദിവസവും ജീവിക്കുന്നതിലൂടെ മാത്രമേ സാധിക്കൂ. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ ആശ്രയം. എഫേസ്യർ 5:18 നാം വായിക്കുന്നു, വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, അതിനാൽ ദുർനടപ്പുണ്ടാകുമല്ലോ. പിന്നെ ആത്മാവ് നിറഞ്ഞവരായി. ഒരു ചെറിയ വാക്യമാണ്. എന്താണ് അതിൻ്റെ അർത്ഥം? ആത്മാവ് നിറഞ്ഞവരെന്ന് വെച്ചാൽ ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ടവരായി. ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുക. അതുകൊണ്ടാണ് ഈ വീഞ്ഞു കുടിക്കുന്ന ഉദാഹരണോട് പറയുന്നത്. വീഞ്ഞു കുടിക്കുന്ന ഒരു വ്യക്തിയെ വീഞ്ഞാണ് പിന്നെ നിയന്ത്രിക്കുന്നത്. അതുപോലെ പരിശുദ്ധാത്മാവിനെ നിറയപ്പെടുന്ന വ്യക്തിയെ പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കണം. അതാണ് പരിശുദ്ധാത്മ നിറവ് എന്ന് പറയുന്നത്. നിറവ് സമം നിയന്ത്രണം. അത് ലൂക്കോസ് സുവിശേഷത്തിലൊക്കെ മറ്റു ഉദാഹരണങ്ങളുണ്ട്. അപ്പോൾ നിറവെന്ന് കേൾക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കപ്പെടുന്ന കാര്യമാണ് നാം ചിന്തിക്കേണ്ടത്. അതിനുവേണ്ടി നമ്മെ തന്നെ ഓരോ ദിവസവും വിധേയപ്പെടുത്തി കൊടുക്കണം. അല്ലാതെ പരിശുദ്ധാത്മാവ് നമ്മെ നിറയ്ക്കുകയില്ല. ഓരോ ദിവസവും മനഃപൂർവ്വമായി പ്രാർത്ഥിച്ച് നമ്മുടെ ശരീരങ്ങളെ, റോമർ 12 നാം വായിച്ചത്, നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പിൻ. 12ാം അധ്യായത്തിൽ കണ്ടു. അതിന് തുടർച്ചയാണിത്. അപ്പോൾ അങ്ങനെ ഒരു പരിശുദ്ധാത്മാവ് നമ്മളെ തന്നെ നിയന്ത്രിക്കുമ്പോൾ മാത്രമേ നമുക്ക് ക്രിസ്തുവിൻ്റെ സ്വഭാവം വെളിപ്പെടുത്താൻ കഴിയുകയുള്ളൂ. ആത്മാവിൻ്റെ ഫലം എന്ന് പറഞ്ഞ് എത്ര കാര്യങ്ങൾ പറയുന്നുണ്ട്? 9 കാര്യങ്ങൾ. എവിടെയാണ്? ഗലാത്യർ 5:20. അത് വേണേൽ കുറിക്കുക. അതാണ് വാസ്തവ ക്രിസ്തുവിൻ്റെ സ്വഭാവം. അതാണ് ആത്മാവിൻ്റെ ഫലം എന്ന് പറയുന്നത് തന്നെയാണ് ക്രിസ്തുവിൻ്റെ സ്വഭാവം. സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, പിന്നെ വിശ്വസ്ത, സൗമ്യത, ഇന്ദ്രിയജയം. അതെല്ലാം ക്രിസ്തുവിൻ്റെ സ്വഭാവമാണ്. അതിപ്പോൾ ആത്മാവിനാൽ നിറയപ്പെടുമ്പോഴേ കിട്ടത്തുള്ളൂ. ആ വാക്യങ്ങൾ കുറിക്കുക. നേരത്തെ
ഞാൻ പറഞ്ഞത് എഫേസ്യർ 5:18, ഇപ്പോൾ പറഞ്ഞത് ഗലാത്യർ 5:22, 23. അവസാന പാരഗ്രാഫ്, ജഡത്തിനായി ചിന്തിക്കരുത് എന്നാൽ അതിൻ്റെ അർത്ഥം എന്താ? ഈ ജഡം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം അറിയണം. ഞാൻ ഒന്നുകൂടെ പറയണോ? റെഫറൻസ് വല്ലതും റിപ്പീറ്റ് ചെയ്യണം, എന്നോട് ചോദിച്ചാൽ ഞാൻ പറയാം. ഗലാത്യർ 5:22, 23 ആത്മാവിൻ്റെ ഫലം. എഫേസ്യർ 5:18 ആത്മാവിനാൽ നിറയപ്പെടാനുള്ള കൽപ്പന. എന്താണ് ഈ ജഡം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം? ജഡം എന്നുള്ള വാക്ക് 3 അർത്ഥങ്ങളിൽ ബൈബിളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഒരർത്ഥം പീപ്പിൾ, ജനങ്ങളെ ജഡമെന്ന് വിളിച്ചിട്ടുണ്ട്. 1 പത്രോസ് 1:24 സകല ജഡവും പുല്ലുപോലെയും, പൂവിൻ്റെ ഭംഗി പോലെ എന്നൊക്കെ നാം വായിക്കുന്നത്. സകല ജഡവും പുല്ലുപോലെ. അവിടെ ജഡം എന്ന് വെച്ചാൽ ആളുകളെ ഉദ്ദേശിച്ചാണ്. മറ്റൊരർത്ഥം വചനം ജഡം ധരിച്ചു, അത് മനുഷ്യ ശരീരം ധരിച്ചു. ക്രിസ്തു മനുഷ്യ ശരീരം ധരിച്ച കാര്യമാണ്. ശരീരത്തെയും ജഡം എന്ന് വിളിച്ചിട്ടുണ്ട്. എന്നാൽ മറ്റു പല ഭാഗങ്ങളിലും ഈ വാക്യത്തിലും ജഡം എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ പാപപ്രകൃതം, പാപ സ്വഭാവം എന്നാണ് എൻ്റെ അർത്ഥം. പാപ സ്വഭാവം. ആ 3 അർത്ഥങ്ങൾ നോട്ട്സിൽ തന്നെ കുറിച്ചോ? 3 അർത്ഥങ്ങൾ. ഒന്നാമത് ഞാൻ പറഞ്ഞു ആളുകൾ അല്ലെ ജനങ്ങൾ, 2 ശരീരം, 3 പാപപ്രകൃതം. ഈ വാക്യത്തിൽ പാപപ്രകൃതം എന്ന അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. ജഡത്തിനായി ചിന്തിക്കരുത്. നമുക്കെല്ലാം ആദാമിൽ നിന്ന് ലഭിച്ച ഒരു സ്വഭാവമുണ്ട്. ഉണ്ടോ? ആദാമിൽ ലഭിച്ചതാണ് ഈ പാപ സ്വഭാവം, ജന്മ സ്വഭാവം എന്നൊക്കെ പറയും. അത് മനുഷ്യ സ്വഭാവമാണ് ദൈവം ആദാമിന് കൊടുത്തത്. പക്ഷെ ആദാം പാപം ചെയ്തതോടുകൂടെ ആ മനുഷ്യ സ്വഭാവം പാപ സ്വഭാവമായിട്ട് മാറി. അതെല്ലാവർക്കും ഉണ്ട്. സംശയമുണ്ടോ? അത് രക്ഷിക്കപ്പെട്ടപ്പോൾ ആ സ്വഭാവം തീർന്നു, ഇല്ലാതായ? ഇല്ല, എല്ലാവർക്കും സ്വഭാവമുണ്ട്. എങ്ങനെ അറിയാം പാപ സ്വഭാവം ഉണ്ടെന്നുള്ളത്? ഒരു ചെറിയ ശിശുവിനെ എടുത്ത് നോക്കുക. ഒരു ചെറിയ ശിശു പോലും പാപ സ്വഭാവം അതിൻ്റെ ദുർഭാഷയിൽ കൂടെയും കരച്ചിൽ കൂടെ ഒക്കെ വെളിപ്പെടുത്തും. ഇനി സംസാരിക്കാൻ തുടങ്ങുമ്പോൾ ആദ്യം ചെയ്യുന്ന പാപം ഏതാണ്? കള്ളം പറയുക. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇനി എൻ്റെ ചോദ്യം, ഒരു ശിശുവിനെ കള്ളം പറയാൻ പഠിപ്പിക്കുന്ന ആരാണ്? മാതാവാണോ, പിതാവാണോ, സൺഡേ സ്കൂൾ ടീച്ചറാണോ, സ്കൂൾ ടീച്ചറാണോ? ആരാണ് പഠിപ്പിക്കുന്നത്? ആരും പഠിപ്പിക്കണ്ട, അല്ലേ? സത്യം പറയാനേ ഉള്ളൂ കോച്ചിങ് വേണ്ടത്. കള്ളം പറയാൻ ആരും അത് ജന്മ സ്വഭാവം എന്ന് പറയും. അത് നേച്ചറാണ്, അല്ലേ? അത് നേച്ചർ എന്ന് പറയും. നിങ്ങൾ ചായ ആറിപ്പോകുന്നുണ്ട്, ഞാൻ കട്ട് ഷോട്ട് ചെയ്യാണ്. ബാക്കി കാര്യങ്ങൾ ചായക്ക് ശേഷം നമുക്ക് സംസാരിക്കാം.